അപ്പൊ ഇന്ന് നമ്മൾ ഫിസിക്സിലെ മൊഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഒപ്റ്റിക്സ് വരുന്നുണ്ട്, അതുപോലെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഡ്യുവൽ നേച്ചറും, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം സെമി കണ്ടക്ടറിന്റെ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാം 2024 ജൂലൈ 13-ന്. കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ, ഉയർന്ന റാങ്കിലെത്താൻ ടൈം മാനേജ്മെന്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ടെക് PSC അതിനായി നിങ്ങൾക്കൊരു സുവർണാവസരം ഒരുക്കുന്നു. വിജയ ചരിത്രം ആവർത്തിക്കുവാൻ ടെക് PSCയുടെ സ്മാർട്ട് മോക്ക് ടെസ്റ്റ് പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾക്കും ആക്സസ് ചെയ്യാം. ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം തയ്യാറാക്കിയ ഈ മോക്ക് ടെസ്റ്റ് സീരീസിൽ 5000-ലധികം ഈ എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കും. അതും വെറും 299 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. തൊട്ട് തുടങ്ങാം. സെമി കണ്ടക്ടർ തൊട്ട് തുടങ്ങാം. റേ ഒപ്റ്റിക്സ് ആണ് ചാപ്റ്ററിൽ ആദ്യം വരുന്നെങ്കിൽ നമുക്ക് സെമി കണ്ടക്ടറിൽ നിന്ന് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ സെമി കണ്ടക്ടർ, അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സിലബസിന്റെ നീഡ് അനുസരിച്ചുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു റിവിഷൻ നോട്ട്സിൽ പ്രധാനമായിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ആദ്യം തന്നെ കൺസെപ്റ്റ് ഓഫ് എനർജി ബാൻഡ്സ് ആണ്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് കൺസെപ്റ്റ് ഓഫ് എനർജി ബാൻഡ്സ് ആണ്. അപ്പൊ എനർജി ബാൻഡ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻ സോളിഡ്സ് ദ എനർജി ലെവൽ ഓഫ് ഇലക്ട്രോൺസ് ആർ ഗ്രൂപ്ഡ് ഇൻ ടു ബാൻഡ്സ്. ഓക്കെ, അപ്പൊ സോളിഡ്സിൽ നമ്മള് ജസ്റ്റ് എ സെക്കൻഡ്, യെസ്, സോളിഡ്സിൽ നമ്മൾ ഇലക്ട്രോൺസിന്റെ അതായത് പല പല റേഞ്ചസിലുള്ള പല പല എനർജി ലെവൽസിലുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ബാൻഡ്സ് ആയിട്ടാണ്. അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിംഗിനെയാണ് എനർജി ബാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് എനർജി ബാൻഡ്സ് ആർ സെപ്പറേറ്റഡ് ബൈ ഗ്യാപ്സ്. ഇമ്പോർട്ടന്റ് ആണ്. ആ ഗ്യാപ്സ് എന്ന് പറയുന്നത് അവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. സോ സച്ച് റീജിയൻസ് ആർ നോൺ ആസ് ഫോർബിഡൻ റീജിയൻസ്. അങ്ങനെയുള്ള റീജിയൻസിനെയാണ് ഫോർബിഡൻ, അതായത് ഫോർബിഡന്റെ മലയാളം വിലക്കപ്പെട്ടതാണല്ലോ. അപ്പോ ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റി ഇല്ലാത്ത റീജിയൻസിനെയാണ് അത്തരത്തിലുള്ള ഫോർബിഡൻ ഗ്യാപ്സ് അല്ലെങ്കിൽ ഫോർബിഡൻ റീജിയൻസ് എന്ന് പറയുന്നത്. ഇനി വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ദ ഹയസ്റ്റ് റേഞ്ച് ഓഫ് ഇലക്ട്രോൺ എനർജീസ് ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ നോർമലി പ്രസന്റ് അറ്റ് ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ആയിരുന്നാൽ പോലും ഇലക്ട്രോൺസ് പ്രസന്റ് ആവുന്ന, അതായത് ഹയസ്റ്റ് എനർജി ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന ബാൻഡുകളാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കണ്ടക്ഷൻ ബാൻഡ് ആണ്. The range of electron energy is higher than the valence band where electrons are free to move and conduct electric current. ഇവിടുത്തെ ഇലക്ട്രോൺസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ഇലക്ട്രോൺസിന്റെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വളരെ കൂടുതലാണ്. ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ്. സോ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് ഇലക്ട്രിസിറ്റി അഥവാ കറണ്ട് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ചാർജ് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് ഉണ്ടാവും. അപ്പോ ആ ഒരു ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണം ഈ ഒരു കണ്ടക്ഷൻ ബാൻഡില് കറണ്ട് ഉണ്ടാവാനുള്ള ഒരു ഇതുകൂടെ ഉണ്ട്. നെക്സ്റ്റ് ഫോർബിഡൻ ഗ്യാപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫോർബിഡൻ ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ മെറ്റീരിയൽസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് നമുക്കതൊന്ന് നോക്കാം. മെറ്റീരിയൽസിനെ നമുക്ക് ഈ ഒരു എനർജി ഗ്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. അതിന് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് വിത്ത് ഓവർലാപ്പിംഗ് വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഇവിടുത്തെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ഓവർലാപ്പ് മെറ്റീരിയൽസിന്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്ഡ് ആയിരിക്കും. ഇനി ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ എന്താണ്? അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ ബാക്കി നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, മെറ്റീരിയൽസ് വിത്ത് എ ലാർജ് ഗ്യാപ്പ്. ഓക്കെ, ആ ഒരു ബാൻഡ് ഗ്യാപ്പ് കൂടുതലായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് റബ്ബർ, ഗ്ലാസ് എക്സെട്ര നമുക്ക് പറയാം എക്സാമ്പിൾ ആയിട്ട്. നെക്സ്റ്റ് സെമി കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് വിത്ത് മോഡറേറ്റ് ബാൻഡ് ഗ്യാപ്പ്
ദാറ്റ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി അണ്ടർ സർട്ടൻ കണ്ടീഷൻ. ഇവർ തമ്മിൽ അതായത് ലാർജ് ആയിട്ടുള്ള ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും, പക്ഷെ അത് ഇൻസുലേറ്റേഴ്സിന്റെ അത്ര ഒരു വലിയൊരു ഗ്യാപ്പ് ആയിരിക്കത്തില്ല. അതായത് ചില കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കണ്ടീഷൻസിന് ഫേവറബിൾ ആയിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, കണ്ടക്ടിവിറ്റി ലൈസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അതായത് കണ്ടക്ടേഴ്സിന്റെ അത്ര കണ്ടക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാലല്ല, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് കണ്ടീഷനിലും അത് കണ്ടക്ട് ചെയ്യും. പക്ഷേ സെമി കണ്ടക്ടേഴ്സിനാണെങ്കിൽ അണ്ടർ സർട്ടൻ ഫേവറബിൾ കണ്ടീഷൻസ് മാത്രമേ, ആ ഒരു കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവിടെ കണ്ടക്ഷൻ പോസിബിൾ ആവുള്ളൂ. നെക്സ്റ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ്. കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ബാൻഡ് ഗ്യാപ്പ് പറയുകയാണെങ്കിൽ സ്മോളർ ദാൻ ഇൻസുലേറ്റേഴ്സ് ബട്ട് ലാർജർ ദാൻ കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിൽ ഓവർലാപ്പിംഗ് ആയിരിക്കും, ഇവിടെ ഓവർലാപ്ഡ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ ഇൻസുലേറ്റേഴ്സിനോടും വലുതായിരിക്കില്ല. അതാണ് മറ്റൊരു പ്രത്യേകത. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഡോപ്പിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് ഡോപ്പിംഗ് എന്ന് നോക്കാം. The process of adding impurities to intrinsic semiconductors to change their electrical properties. ഒരു കണ്ടക്ടറിന്റെ, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് അതിലേക്ക് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യാം. അത്തരത്തിൽ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ കണ്ടക്ഷൻ കൂടും, അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ചേഞ്ച് ആവും. സോ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ച് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇംപ്യൂരിറ്റീസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഡോപ്പിംഗിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം. ക്വസ്റ്റ്യൻസിലും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിലും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഡോപ്പിംഗ് എന്താണ് എന്ന് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്, ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്. സോ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും എപ്പോഴും ഇലക്ട്രോൺസിന്റെ ഫ്ലോ അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സ് എപ്പോഴും അയോൺസ് ആണ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആണെന്ന് വിചാരിക്കരുത്. സെമി കണ്ടക്ടേഴ്സ് പല ടൈപ്പ് ഉണ്ട്. അതിൽ ചില സെമി കണ്ടക്ടേഴ്സിൽ ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോൺസ് ആണെങ്കിൽ ചിലതിൽ ഇലക്ട്രോൺ ഹോൾസ് ആയിരിക്കും ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത്തരത്തില് ചാർജ് കാരിയേഴ്സിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് കണ്ടക്ഷൻ കൂട്ടാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോപ്പിംഗ് ചെയ്യുന്നത്. അപ്പൊ ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഓഫ് അഡീഷൻ ഓഫ് ഇംപ്യൂരിറ്റീസ് ടു ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് നമുക്ക് സിംപ്ലി പറയാം. ഇതാണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, പർപ്പസ് ഓഫ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും എന്ന് നോക്കാം. സോ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആർ പ്യുവർ സെമി കണ്ടക്ടേഴ്സ് വിത്തൗട്ട് എനി സിഗ്നിഫിക്കന്റ് ഇംപ്യൂരിറ്റീസ്. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഹോൾസ്. അപ്പൊ ഇതിൽ ഇലക്ട്രോൺസിന്റെ എണ്ണവും ഹോൾസിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ പ്രത്യേകിച്ച് ഇംപ്യൂരിറ്റീസ് ഒന്നും ഉണ്ടാവത്തില്ല. അത്തരത്തിലുള്ള കണ്ടക്ടേഴ്സിനെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത ഇമ്പോർട്ടന്റ് ആണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾസും എന്തായിരിക്കും, അവരുടെ നമ്പർ പരസ്പരം ഈക്വൽ ആയിരിക്കും. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ദ ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് വിത്ത് ആഡഡ് ഇംപ്യൂരിറ്റീസ്. അപ്പോൾ ഇൻട്രിൻസിക്, നമ്മൾ നേരത്തെ ഡോപ്പിംഗ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലേക്ക് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ആഡ് ചെയ്ത് കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും. ഓക്കെ, അതിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എക്സ്ട്രാ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യും. അപ്പോൾ ചാർജ് കാരിയേഴ്സ് എക്സ്ട്രാ ഇലക്ട്രോൺസ് ആയിരിക്കും ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അത്തരത്തില് കണ്ടക്ഷൻ കൂട്ടാനായിട്ട് സഹായിക്കും എൻ ടൈപ്പ് ആണെങ്കിൽ. ഇനി പി ടൈപ്പ് ആണെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കൂടുതൽ ഹോൾസ് ആണ്. അവര് അവിടെ കൂടുതൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. ആ ഹോൾസ് വഴിയാണ് ഇവിടെ കണ്ടക്ഷൻ പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പോ ഇത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ഡോപ്പിംഗ് ചെയ്യുന്നത് പെന്റാവാലന്റ് ആറ്റം. പെന്റാവാലന്റ് ആറ്റം ആണ്, പെന്റാവാലന്റ് ആറ്റം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പി ടൈപ്പ് ആണെങ്കിൽ ട്രൈ വാലന്റ് ആറ്റംസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതായത് വാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം 3 ആണെങ്കിൽ അവിടെ നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാരണം വാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം കുറവാണ്. സോ അവിടെ തീർച്ചയായിട്ടും ഹോൾസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ പെന്റാവാലന്റ് ആറ്റം എടുക്കുന്ന സമയത്ത് വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം 5 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്ട്രാ ഇലക്ട്രോൺസ് വരാനുള്ള സാധ്യതയുണ്ട്. ആ എക്സ്ട്രാ ഇലക്ട്രോൺസ് ആയിരിക്കും കണ്ടക്ഷന് ഫേവർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ.
ഇനി നമുക്ക് ഡയോഡുകളെ പറ്റി പഠിക്കാം. അപ്പൊ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ രണ്ട് ടൈപ്പ് ആണ്. അപ്പൊ അതെന്താണ് എന്നുള്ള കാര്യത്തിൽ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി. ഇനി നമ്മൾ നേരെ പോകുന്നു. എൻ ടൈപ്പും പി ടൈപ്പും നമ്മൾ പറഞ്ഞു. ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിലാണെങ്കിൽ ഹോൾസ് ആണ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണ്. എന്താണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് നോക്കാം. അതാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അടുത്ത പോയിന്റ്. അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്യുക എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ക്രിയേറ്റഡ് ബൈ ജോയിനിങ് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടുണ്ട്. എന്താണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് നോക്കുകയാണെങ്കിൽ, ഏരിയ അറൌണ്ട് ദ ജംഗ്ഷൻ വെയർ മൊബൈൽ ചാർജ് കാരിയേഴ്സ് ആർ ഡിപ്ലീറ്റഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ജംഗ്ഷൻ വരുന്ന സമയത്ത് ഈ ഒരു പി എൻ സെമി കണ്ടക്ടേഴ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഏരിയയിൽ ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം ഡിപ്ലീറ്റ് ചെയ്യും, ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. സോ ആ ഒരു റീജിയനെയാണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഡിപ്ലീഷൻ റീജിയൻ ഈസ് അനലോഗസ് ടു ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഓക്കെ, ഇവിടെ ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം ഡിപ്ലീഷൻ നടക്കും, ആ ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം എന്ത് ചെയ്യും, കുറയും. ഇനി ബയാസിങ്, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബയാസിങ് ആണ്. സോ ഇതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക് ഇതിൽ വരുന്നത് ബയാസിങ് ആണ്. ജസ്റ്റ് എന്താണ് എന്ന് മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ബയാസിങ് ഈസ് ഓഫ് ടു ടൈപ്സ്. രണ്ട് ടൈപ്സ് ഓഫ് ബയാസിങ് ആണുള്ളത്. ഓക്കെ, ഒരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് നോക്കാം. രണ്ട് ടൈപ്പ് ബയാസിങ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഫോർവേഡ് ബയാസ്, സെക്കൻഡ് വൺ ഈസ് റിവേഴ്സ് ബയാസ്. ഓക്കെ, അപ്പോൾ ഇതില് കറണ്ട് ഫ്ലോ ഉള്ളത് ഫോർവേഡ് ബയാസിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഫോർവേഡ് ബയാസിൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. റെഡ്യൂസസ് ദ ഡിപ്ലീഷൻ റീജിയൻ അലോയിങ് കറന്റ് ടു ഫ്ലോ. അപ്പൊ ഫോർവേഡ് ബയാസിൽ നമ്മൾ ചെയ്യുന്നത് ഡിപ്ലീഷൻ റീജിയനെ റെഡ്യൂസ് ചെയ്യാന്നാണ്. അപ്പൊ ഡിപ്ലീഷൻ റീജിയനിലേക്ക് എന്താ സംഭവിക്കുക, ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം ഡിപ്ലീഷൻ നടക്കുന്നു, ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം കുറയുന്നു. അതാണ് ഡിപ്ലീഷൻ റീജിയനിൽ സംഭവിക്കുന്നത്. അപ്പൊ ഫോർവേഡ് ബയാസിങ് ചെയ്യുന്നത് വഴി നമ്മൾ ഈ ഡിപ്ലീഷൻ റീജിയൻ കുറച്ചിട്ട് അതുവഴി കറണ്ട് ഫ്ലോ അലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി റിവേഴ്സ് ബയാസ് നോക്കുകയാണെങ്കിൽ, ഇൻക്രീസസ് ദ ഡിപ്ലീഷൻ റീജിയൻ. അപ്പോ റിവേഴ്സ് ബയാസിൽ നമ്മൾ ചെയ്യുന്ന ഡിപ്ലീഷൻ റീജിയൻ കൂട്ടുന്നു. ഡിപ്ലീഷൻ റീജിയൻ കൂട്ടുമ്പോൾ അവിടെ ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം കുറയുന്നു, അത് കറണ്ട് ഫ്ലോയിനെ പ്രിവെന്റിങ് കറണ്ട് ഫ്ലോ. അപ്പൊ ഫോർവേഡ് ബയാസിൽ മാത്രമാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. റിവേഴ്സ് ബയാസിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകില്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് റെക്ടിഫയേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പൊ ജസ്റ്റ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്താണ്, അതിന്റെ പല ടൈപ്സ് എന്താണ് എന്നതിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് റെക്ടിഫയേഴ്സ് എന്ന് നോക്കാം. റെക്ടിഫയേഴ്സ് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് റെക്ടിഫയേഴ്സ് ആണുള്ളത്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയറും മറ്റൊന്ന് ഫുൾ വേവ് റെക്ടിഫയറും. അപ്പോൾ റെക്ടിഫയർ ഈസ് ഓഫ് ടു ടൈപ്സ്, ഒന്ന് ഹാഫ് വേവും മറ്റൊന്ന് ഫുൾ വേവും. സോ റെക്ടിഫയേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂസസ് എ സിംഗിൾ ഡയോഡ് ടു കൺവേർട്ട് എ സി ടു ഡി സി. റെക്ടിഫയറിന്റെ ജോലി എ സിയെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എ സി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ഇതും ഉണ്ടാവും, പൊളാരിറ്റി രണ്ടും ഉണ്ടാവും. പോസിറ്റീവും നെഗറ്റീവും സൈക്കിൾസും ഉണ്ടാവും, പോസിറ്റീവ് സൈക്കിൾസും നെഗറ്റീവ് സൈക്കിൾസും. അതിനെ പോസിറ്റീവായിട്ട് മാത്രം കൺവേർട്ട് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റിനെയാണ് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഹാഫ് വേവ് റെക്ടിഫയർ ചെയ്യുന്ന ഹാഫ് വേവ് റെക്ടിഫയറിന്റെ എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ, ഇതാണ് എ സി. എ സി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എ സിയുടെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക. ഈ എ സിനെ ഹാഫ് വേവ് റെക്ടിഫയറിൽ കൂടെ കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് ഹാഫ് വേവ് റെക്ടിഫയർ ചെയ്യുന്ന എന്താണ്, ഓരോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾസിനെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഇങ്ങനെയാണ് ഡി സിയുടെ ഗ്രാഫ് കിട്ടുക. ഔട്ട്പുട്ട് ഗ്രാഫ് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇവിടെ ആ നെഗറ്റീവ് സൈക്കിൾസിനെ അവർ കട്ട് ചെയ്യുന്നില്ല, കട്ട് ചെയ്യാതെ പകരം എന്ത് ചെയ്യുന്നു, അതിനെയും പോസിറ്റീവ് സൈക്കിളിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയർ യൂസസ് എ സിംഗിൾ ഡയോഡ് ടു കൺവേർട്ട് എ സി ടു ഡി സി അലോയിങ് കറന്റ് ഡ്യൂറിംഗ് വൺ ഹാഫ് സൈക്കിൾ ഓഫ് ദ എ സി സിഗ്നൽ. അതായത് ഒരു ഹാഫ് സൈക്കിളിലൂടെയുള്ള കറണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഹാഫ് വേവ് റെക്ടിഫയർ കടത്തിവിടുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ യൂസസ് 2 or more diodes to convert AC to DC allowing current during both half cycles of the AC signal. The AC signal രണ്ട് ഹാഫ് സൈക്കിളിലും എന്ത് പാസ് ചെയ്യും, ഇവര് കറണ്ട് പാസ് ചെയ്യും. അപ്പോ നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടെ എന്തായിട്ട് കൺവേർട്ട് ആവും, പോസിറ്റീവ് ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെനർ ഡയോഡ് എന്താണെന്ന് നോക്കാം. സെനർ ഡയോഡ്, യെസ്,
സെനർ ഡയോഡ് എന്താണെന്ന് നോക്കാം. സ്പെഷ്യൽ ഡയോഡ് ആണ്, ഡിസൈൻ ടു അലോ കറന്റ് ഫ്ലോ ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ വെൻ ദ വോൾട്ടേജ് എക്സീഡ്സ് എ സർട്ടൻ വാല്യൂ. ഓക്കെ, അപ്പോ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിമിറ്റ് ഉണ്ട്. സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ഈ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാളും കൂടിയ ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ സെനർ ഡയോഡ് എന്താവും, ആ കറണ്ടിനെ റിവേഴ്സ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യിപ്പിക്കും. അതായത് അതുവരെ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കറണ്ടിനെ ഫ്ലോ ചെയ്യിപ്പിക്കും. ഈ ഒരു ഡയോഡിനെയാണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. Okay, so designed to allow current to flow in the reverse direction when voltage exceeds a certain value, and that maximum value is known as Zener breakdown voltage. Zener breakdown voltage. അതിന്റെ യൂസ് എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് സർക്യൂട്ട് ആണ്. നമുക്ക് ചില സർക്യൂട്ടുകൾ വർക്ക് ചെയ്യുന്നത് ചില സർട്ടൻ വോൾട്ടേജിലായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള വോൾട്ടേജ് റെഗുലേഷന് സഹായിക്കും ഈ സെനർ ഡയോഡ്. നെക്സ്റ്റ് ഫോട്ടോ ഡയോഡ് എന്താണെന്ന് നോക്കാം. ഫോട്ടോ ഡയോഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺവേർട്സ് ലൈറ്റ് ഇൻടു ഇലക്ട്രിക്കൽ കറണ്ട്. ലൈറ്റിനെ കറണ്ടാക്കി മാറ്റുന്ന ഡയോഡുകളെയാണ് ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പറേഷൻ എന്താണ്? അതിന്റെ ഓപ്പറേഷൻ എന്ന് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ബയാസ്ഡ് ഡയോഡ് ആണ്. കറണ്ട് ഈസ് ജനറേറ്റഡ് വെൻ ഫോട്ടോൺസ് ആർ അബ്സോർബ്ഡ്. ഓക്കെ, ഇത് റിവേഴ്സ് ബയാസിലായിരിക്കും. ഈ ഒരു ഡയോഡ് റിവേഴ്സ് ബയാസിലാണ് കണക്ട് ചെയ്യുന്നത്. അത് ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. ഇവിടെ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ലൈറ്റിൽ ഇഷ്ടം പോലെ ഫോട്ടോൺസ് ഉണ്ടാവും. ആ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ്, ആ ഒരു എനർജി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. അതാണ് ഫോട്ടോ ഡയോഡ്. നെക്സ്റ്റ് LED. LED എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. LED ഈസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എമിറ്റ്സ് ലൈറ്റ് വെൻ ആൻ ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡയോഡുകളെയാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അഥവാ LEDs എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ഡയോഡ് ആണ്. ഇലക്ട്രോൺസ് റീകമ്പോയിൻ വിത്ത് ഹോൾസ് റിലീസിംഗ് എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. അപ്പൊ ഇവിടെ നടക്കുന്നത് ഫോർവേഡ് ബയാസിലാണ്. അപ്പൊ ഫോർവേഡ് ബയാസിലാകുമ്പോഴത്തേക്ക് യെസ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഹോൾസുമായിട്ട്, ഇത് ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോൺസ് ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഈ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് ധാരാളം എനർജി അവിടെ റിലീസ് ആവും. ഇവിടെ എനർജി, സാധാരണ എനർജി റിലീസ് ചെയ്യാനായിട്ട് പല വഴികളുണ്ട്. മോസ്റ്റ് മെജോറിറ്റി ഓഫ് ദ കേസസിലും അത് ഹീറ്റ് ആയിട്ടായിരിക്കും റിലീസ് ചെയ്യുക. പക്ഷെ ഇവിടെ ആ എനർജി റിലീസ് ചെയ്യുന്നത് ലൈറ്റ് ആയിട്ടാണ്. ആ ലൈറ്റ് എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലാണ് ഇവിടെ ഒരു ഇത് കിട്ടുന്നത്, ലൈറ്റ് നമുക്ക് കിട്ടുന്നത്. സോ LED ഈസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പൊ സെമി കണ്ടക്ടേഴ്സിൽ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സിലബസിൽ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ഇത്രയും ടോപ്പിക്സ് ആണ്. അത് ചില കാര്യങ്ങളിലെ കൂടുതൽ ഡീറ്റെയിൽസ്, അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഒരു റിവിഷൻ നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഈ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഓവർവ്യൂ കിട്ടാനായിട്ട് മാത്രം. നമുക്ക് പ്രധാനപ്പെട്ടത് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാം 2024 ജൂലൈ 13. ഇനിയും പഠിച്ചു തുടങ്ങിയില്ല എന്നതാണ് നിങ്ങളുടെ പ്രധാന വെല്ലുവിളിയെങ്കിൽ ടെക് PSCയുടെ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളുടെ പുതിയ ബാച്ചിൽ നിങ്ങൾക്കും അംഗമാകാം. വിജയചരിത്രം ആവർത്തിക്കുന്നതിനായി കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററുടെ നേതൃത്വത്തിൽ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, capsule notes and other study materials in PDF format, doubt clearance and mentorship, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 എന്ന നിസ്സാരമായ ഫീസിൽ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ ഉറപ്പിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇക്വേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് കട്ട്സോ എങ്ങാനും പുതിയതായിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ എനർജി ഗ്യാപ്പിന് നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എന്നും പറയും, ഓഫ് എ സെമി കണ്ടക്ടർ ഈസ് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് ദ ഇലക്ട്രോൺ ചാർജ് ഈസ് 1.6 into 10⁻⁻19 coulombs, വാട്ട് ഈസ് ദ എനർജി ഗ്യാപ്പ് ഇൻ ജൂൾസ്? അപ്പൊ എനർജി ഗ്യാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. എനർജി ഗ്യാപ്പ് നമുക്ക് തന്നിട്ടുള്ളത് പക്ഷേ ഇലക്ട്രോൺ വോൾട്ടിനാണ്. നമുക്ക് എനർജി ഗ്യാപ്പ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് എഴുതാം. ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടെ 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്.
ഇത് നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ജൂൾസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ആ ഒരു കൺവേർഷൻ അറിഞ്ഞൂടെങ്കിൽ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇനി മറക്കരുത്, ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഇതിൽ മാത്രമല്ല മറ്റു പല ഭാഗത്തും ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരും. ഒരു ഇലക്ട്രോൺ വോൾട്ടിനെ നമ്മൾ ജൂൾസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഏകദേശ വാല്യൂ 1.602 into 10⁻⁻19 ജൂൾ ആണ്. ഒരു ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ ടു ദിസ് മച്ച് ഓഫ് ജൂൾ. അപ്പൊ നമുക്കിവിടെ എത്ര ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്? 1.1 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്. അപ്പൊ 1.1നെ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെ ആൻസർ ഇവിടെ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ എല്ലാം 1.76 ആണ് എല്ലാം. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ കൂടെ ഒന്ന് നോക്കുക. ക്വസ്റ്റ്യൻ മാത്രം വായിച്ചിട്ട് ആൻസർ കണ്ടുപിടിച്ച ശേഷം പിന്നെ ആൻസറിലോട്ട് അത് മാർക്ക് ചെയ്യുന്ന ഒരു രീതി അത് നല്ലതല്ല. നമ്മൾ ആദ്യം ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കുക. ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാം 1.76 ആണ്. നമുക്ക് ഇതിൽ മാത്രമേ, അതായത് പവറിൽ മാത്രമേ മാറ്റമുള്ളൂ. ഒന്ന് 10⁻⁻19 -18 -20 -17 അങ്ങനെയാണ് പവേഴ്സ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇത് ചെയ്യുമ്പോൾ 1.1 ഇൻറ്റു എന്താണ് 1.62 ആണ്. 1.62. സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 1.76 എന്ന് തന്നെ കിട്ടും. തീർച്ചയായിട്ടും 1.76 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അതിലൊരു സംശയമില്ല. അപ്പൊ ബാക്കി വരുന്നത്, അപ്പൊ 1.76 ആയി. ബാക്കി വരുന്നത് എന്താണ്? ഈ 10⁻⁻19 ആണ് അല്ലെ? അപ്പൊ ആ 10⁻⁻19 ഉള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്തായിരിക്കും? 1.76 ഇൻറ്റു 10⁻⁻19 ജൂൾ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. For a half wave rectifier, the maximum efficiency is 40.6%. What is the efficiency of a full wave rectifier? ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി 40.6% ആണ്. 40.6%. അതായത് അതിൽ ഡി സി സിഗ്നൽസ് ഇങ്ങനെ ഹാഫ് സൈക്കിൾസ് എല്ലാം ഒരു ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി ഡി സി സിഗ്നൽസ് മാത്രമേ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. ഓക്കെ, അതിൽ തന്നെ 40.6% മാത്രമേ അതിന്റെ എഫിഷ്യൻസി ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ ആക്കുന്ന സമയത്ത് ഇനി ഒരു ഹാഫ് സൈക്കിളും കൂടെ അതിലേക്ക് ആഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും? 2 times ഇൻക്രീസ് ആവും. സോ അതിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിന്റെ ഡബിൾ ചെയ്താൽ മതി, ട്വൈസ് എടുത്താൽ മതി. നമുക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, കാണുമ്പോൾ തന്നെ അറിയാം. ഇറ്റ് ഈസ് 81.2%. ഏകദേശം നമ്മൾ ഡബിൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ വാല്യൂ തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ബാക്കി വരുന്ന, അതായത് 81.2% കുറച്ച് ബാക്കി, അതായത് വരുന്ന എ സി സിഗ്നൽസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതാക്കില്ല. വരുന്ന എ സി സിഗ്നൽസിൽ കുറച്ച് ഭാഗം 81.2% മാത്രം എന്താവും? ഡി സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ബാക്കിയുള്ളതിന് എന്താ ചെയ്യുക? ബാക്കിയുള്ളത് പല ഫോംസിൽ, പല എനർജി ഫോംസിൽ ഡിപ്ലീറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് അവിടെ നടക്കുന്നത്. സോ 81.2% ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A Zener diode has breakdown voltage 5.6 volt. If the current of 20 milliampere flows through the diode, what is the power dissipated in the Zener diode? അപ്പൊ അതിന്റെ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് 5.6 വോൾട്ട് ആണ്. അപ്പൊ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട് 5.6 വോൾട്ട്. ഇഫ് ദ കറണ്ട് 20 മില്ലി ആംപിയർ, അപ്പൊ കറണ്ട് ഐയും തന്നിട്ടുണ്ട് 20 മില്ലി ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പവർ ഡിസിപ്പേറ്റഡ്. അപ്പൊ പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, പവർ പി ഇസ് ഈക്വൽ ടു വി ഐ ആണ്. ഓക്കെ, പി ഇസ് ഈക്വൽ ടു വി ഐ. അപ്പൊ അതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. വി എന്ന് പറയുന്നത് 5.6 ആണ് ഇൻറ്റു ഐ എന്ന് പറയുന്നത് 20. ഇവിടെ മില്ലി ആംപിയർ ആണ്. അപ്പൊ നോർമലി നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എല്ലാ കണക്കിലും മില്ലിനെ എന്തായിരിക്കും? ആംപിയറിലേക്ക് ആക്കിയായിരിക്കും ചെയ്യുക. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഇവിടെ മില്ലി വാട്ടിലാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ യൂണിറ്റ്സും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എല്ലാം മില്ലി വാട്ടിലാണ്. അപ്പോൾ അതിനെ നമുക്ക് മില്ലിനെ 10⁻, അല്ലെങ്കിൽ നമുക്ക് മില്ലിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10⁻³ ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എല്ലാ യൂണിറ്റ് അതിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. സോ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ മാത്രം എടുത്താൽ മതി. സോ ഇവിടെ 20യുടെ സീറോയും ഈ ഒരു ഡെസിമലും ക്യാൻസൽ ആയി പോകും. സോ 56 into 2 എന്ന് വരും. 56ന്റെ ഇരട്ടി എത്ര? 50യുടെ ഇരട്ടി 100, 6ന്റെ ഇരട്ടി 12. സോ 100 + 12 112. ഓക്കെ, ഇത്രയും മില്ലി വാട്ട് അതായിരിക്കും പവർ. സോ അവർ ആൻസർ എന്ന് പറയുന്നത് എ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സിലിക്കോൺ ഡയോഡ് ഇൻ ഫോർവേഡ് ബയാസ്, അപ്പൊ അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ടിപ്പിക്കലി ഹാസ് എ വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് 0.7 വോൾട്ട്. ഇഫ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഡയോഡ് ഈസ് 10 മില്ലി ആംപിയർ, വാട്ട് ഈസ് ദ പവർ ഡെസിപ്പേറ്റഡ്? സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് തന്നിട്ടുണ്ട് 0.7 വോൾട്ട് ആണ്. അപ്പൊ വോൾട്ടേജ് നമുക്ക് അത്രയായിട്ട് എടുക്കാം. കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 10 മില്ലി ആംപിയർ. നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കുക. ഓപ്ഷനിലോട്ട് നോക്കുന്ന സമയത്ത് എല്ലാം മില്ലി വാട്ടിലാണ് കിടക്കുന്നത്. സോ നമുക്ക് അതിന്റെ കൺവേർഷന്റെ ആവശ്യമില്ല. ജസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ 0.7 ഇൻറ്റു 10. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ഡെസിമല് ഒരു പ്ലേസ് മാറി ഇപ്പുറത്തേക്ക് വരും, അതായത് 7 എന്ന് വരും. സോ ആൻസർ എന്ത് കിട്ടും? 7. ഓക്കെ, 7 മില്ലി വാട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following correctly describes the conduction band in a solid? It is the highest range of electron energies where electrons are normally present at absolute zero temperature. It is the energy range where electrons are free to move and conduct electric current. It is the energy difference between the valence band and conduction band, and it is the band where electrons are always present irrespective of the temperature. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പൊ കണ്ടക്ഷൻ ബാൻഡ് ആണ്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് റേഞ്ച് ഓഫ് ഇലക്ട്രോൺ എനർജീസ് വെയർ ഇലക്ട്രോൺസ് ആർ നോർമലി പ്രസന്റ് അറ്റ് ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അതുപോലെ ദ എനർജി റേഞ്ച് വെയർ ഇലക്ട്രോൺസ് ആർ ഫ്രീ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കണ്ടക്ഷൻ ബാൻഡിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കണ്ടക്ഷൻ ബാൻഡ് നമ്മൾ പറഞ്ഞത് എന്താ? Range of electron energy is higher than the valence band where electrons are free to move and conduct electric current എന്നാ പറഞ്ഞത്. അപ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി വരും. ഇറ്റ് ഈസ് ദ എനർജി റേഞ്ച് വെയർ ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ് ആൻഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നുണ്ട്. കണ്ടക്ഷൻ ബാൻഡ്, കണ്ടക്ട് ഇലക്ട്രിക് കറണ്ട് എന്ന്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരിക. നെക്സ്റ്റ്, which type of material has a large band gap making it difficult for electron to move from valence band to conduction band? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ഇൻസുലേറ്ററിനെ പറ്റിയാണ്. അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ലാർജ് എനർജി ഡിഫറൻസ്, ഒരു എനർജി ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ചാർജ് ക്യാരിയസിന് ഒരിടത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇവിടെ കണ്ടക്ഷൻ പോസിബിൾ അല്ല. സോ ഇൻസുലേറ്റേഴ്സിന്റെ ഡെഫിനിഷൻ തന്നെയാണ് ആ ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ ആയിട്ട് വരുന്ന ഇൻസുലേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statements about semiconductors is true എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സെമി കണ്ടക്ടേഴ്സ് their conductivity decreases with the temperature എന്നുണ്ട്. അപ്പൊ സെമി കണ്ടക്ടേഴ്സിൽ ഓക്കെ, നമ്മൾ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ മെറ്റീരിയൽസ് വിത്ത് എ മോഡറേറ്റ് ബാൻഡ് ഗ്യാപ്പ് that can conduct electricity under certain condition എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ശരിയല്ല, കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് ആണ്. their band gap is larger than that of conductors and smaller than that of insulators. കറക്റ്റ് ആണ്. they do not conduct electricity under any condition. തെറ്റാണ്, അത് ഇൻസുലേറ്റർ ആണ്. their band gap is larger than that of insulators. അതും തെറ്റാണ്. സോ നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരിക കറക്റ്റ് ബി തന്നെയായിരിക്കും. സെമി കണ്ടക്ടേഴ്സിൽ ബാൻഡ് ഗ്യാപ്പ് എന്തായിരിക്കും? കണ്ടക്ടേഴ്സിനേക്കാളും കൂടുതലും, ബട്ട് കണ്ടക്ടേഴ്സിനേക്കാളും കൂടുതലും ഇൻസുലേറ്റേഴ്സിനേക്കാളും കുറവുമായിരിക്കും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഡോപ്പിംഗ്? ഡോപ്പിംഗിന്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ്? ടു ഡിക്രീസ് ദ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്, ടു ക്രിയേറ്റ് പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ, ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്. യെസ്, അത് തന്നെയാണ്. ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്. അത് ഇലക്ട്രോൺസും ആവാം, ഹോൾസും ആവാം. അത് ഉൾപ്പെടെ ആ ഒരു ഡേറ്റ ഉൾപ്പെടെ അവർ തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, what happens to the depletion region of a PN junction diode when it is forward biased? Forward biased ആയിരിക്കുന്ന സമയത്ത് ഡിപ്ലീഷൻ റീജിയനിൽ എന്ത് സംഭവിക്കും എന്നാണ്. അപ്പൊ ഫോർവേഡ് ബയാസിലാവുമ്പോഴത്തേക്ക് കറണ്ട് അവിടെ ഫ്ലോ ചെയ്യും. ഫോർവേഡ് ബയാസിൽ കറണ്ട് ഫ്ലോ ഉണ്ട്. അപ്പൊ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം കുറവുള്ള റീജിയൻ ആണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. സോ ഡിപ്ലീഷൻ റീജിയൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ ചാർജ് ഫ്ലോ പോസിബിൾ അല്ല. അപ്പൊ ഇവിടെ what happens to the depletion region of a PN junction diode when it is forward biased എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഫോർവേഡ് ബയാസിലാണെങ്കിൽ തീർച്ചയായിട്ടും കറണ്ട് മൂവ് ചെയ്യണം. കറണ്ട് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഡിപ്ലീഷൻ റീജിയൻ എന്തായിരിക്കണം? കുറവായിരിക്കണം. ദ ഡിപ്ലീഷൻ റീജിയൻ റിഡ്യൂസസ്
allowing current to flow. അതാണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരിക. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരു സെക്ഷനിലോട്ട് പോവാം. യെസ്, ഇവിടെ നമ്മൾ മൊഡ്യൂൾ 4-ലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടന്നു. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഡ്യുവൽ നേച്ചറിൽ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനായിട്ടില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് ഇക്വേഷൻസ് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. പിന്നെ ഡ്യുവൽ നേച്ചറിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കൂടുതലും ഇക്വേഷൻസ് ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക. ന്യൂമറിക്കൽസ് അങ്ങനെ ചെയ്യാനായിട്ട് വരത്തില്ല. കാരണം ന്യൂമറിക്കൽസ് വരികയാണെങ്കിൽ കൂടുതലും പവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ന്യൂമറിക്കൽസ് ആയിരിക്കും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. എന്നാലും കൂടുതലായിട്ട് ഇക്വേഷൻസ് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള ചില പ്രോബ്ലംസോ ഒക്കെ ഇതിന് പ്രതീക്ഷിച്ചാൽ മതി. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസോ ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഈ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് 4 മാർക്കിന്റെ ഒരു ചെറിയൊരു മോഡ്യൂളാണ്. അപ്പോൾ അതിൽ നിന്നും പ്രോബ്ലംസ് ഇക്വേഷൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ. ഇക്വേഷൻസിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വേവ് പാർട്ടിക്കിൾ ഡ്യുവലിറ്റി ആണ്. ലൈറ്റ് ആൻഡ് മാറ്റർ എക്സിബിറ്റ് ബോത്ത് വേവ് ലൈക്ക് ആൻഡ് പാർട്ടിക്കിൾ ലൈക്ക് പ്രോപ്പർട്ടീസ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ലൈറ്റും മാറ്ററും എന്താണ് വേവ് ലൈക്ക് പ്രോപ്പർട്ടീസും കാണിക്കും, പാർട്ടിക്കുലർ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ലൈക്ക് പ്രോപ്പർട്ടീസും കാണിക്കും. ഫോട്ടോൺസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഓഫ് ലൈറ്റ് ക്യാരിങ് എനർജി ഉള്ള ലൈറ്റിന്റെ പാർട്ടിക്കിളിനെയാണ് ഫോട്ടോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വാണ്ടൈസേഷൻ ഒക്കെ ആപ്ലിക്കബിൾ ആണ്. ക്വാണ്ടൈസ്ഡ് ആണ് ഫോട്ടോൺസ് എന്ന് പറയുന്നത്. അതാ ക്വാണ്ടൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു നദി പോലെ കണ്ടിന്യൂസ് ഫ്ലോ അല്ല, പകരം ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ആയിട്ടാണ് എനർജി വരുന്നത്. അതാണ് ക്വാണ്ടൈസേഷൻ പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസ് എന്ന് പറയുന്നത് അതാണ്. സോ അത്തരത്തിലുള്ള ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഓഫ് എനർജിനെയാണ് ഫോട്ടോൺസ് എന്ന് പറയുന്നത്. ഫോട്ടോൺസിന്റെ എനർജി എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ ആണ്. വേർ എച്ച് ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആൻഡ് ന്യൂ ഈസ് ദ ഫ്രീക്വൻസി. ഓക്കെ, അത് പറഞ്ഞിട്ടുണ്ട്. ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ദ മാറ്റർ പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ ഓൾസോ എക്സിബിറ്റ് വേവ് ലൈക്ക് ബിഹേവിയർ ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി വേർ പി ഇസ് ദ മൊമെന്റം. ഓക്കെ, അപ്പോ ഡി ബ്രോഗ്ലിയുടെ റിലേഷൻ എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. പിന്നെ നമുക്ക് മൊമെന്റം ആണെങ്കിൽ നമുക്ക് പി ഇസ് ഈക്വൽ ടു എം വി എന്നും പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഓൾസോ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി, എച്ച് ബൈ എം വി എന്ന് എഴുതിയാലും തെറ്റില്ല. ഓക്കെ, എച്ച് ആണത്. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി എന്ന് എഴുതിയാലും തെറ്റില്ല, കറക്റ്റ് ആണ്. അതാണ് ഡി ബ്രോഗ്ലീസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിൽ വരേണ്ട ഒരു കാര്യം, ഇലക്ട്രോൺസ് പോലുള്ള പാർട്ടിക്കിൾസ് മാത്രമേ വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് കാണിക്കൂ എന്നല്ല. ഏതൊരു പാർട്ടിക്കിൾ ആയാലും, മാസമുള്ള ഏതൊരു സബ്സ്റ്റൻസ് ആയാലും സഞ്ചരിക്കുമ്പോൾ, അതായത് അത് മൂവ് ചെയ്യുന്ന സമയത്ത് അത് പാർട്ടിക്കിൾ നേച്ചറും കാണിക്കും, വേവ് നേച്ചറും കാണിക്കും. പക്ഷേ അവിടെ വരുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് വളരെ ചെറിയ, അതായത് മാസ് വളരെ കുറഞ്ഞ സബ്സ്റ്റൻസുകളാണെങ്കിൽ മാത്രമേ അതിലെ വേവ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ വേവ് നേച്ചർ വിസിബിൾ ആവുള്ളൂ. മാസ് കൂടുന്നതിനനുസരിച്ച് വേവ് നേച്ചർ കുറയും. വേവ് നേച്ചർ നമുക്ക് വിസിബിൾ ആവത്തില്ല. അതാണ് വ്യത്യാസം. ഓക്കെ, നെക്സ്റ്റ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസ്. അപ്പൊ അറ്റോമിക് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ആറ്റം കൺസിസ്റ്റ് ഓഫ് എ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ ന്യൂക്ലിയോൺസ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ന്യൂക്ലിയോൺസ് ഒരു പുതിയ വേർഡ് ഒന്നും അല്ല. ന്യൂക്ലിയോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും കളക്റ്റീവ് ആയിട്ട് രണ്ടിനെയും കൂടെ ഒരുമിച്ച്, അതായത് ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിളിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. അപ്പൊ ന്യൂക്ലിയോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടെ ചേർന്നതാണ് എന്ന് മനസ്സിലാക്കുക. അതിൽ പ്രോട്ടോൺസിന് മാത്രമേ ചാർജ് ഉള്ളൂ, പോസിറ്റീവ് ചാർജ്, സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺസ്. അപ്പൊ ക്വാണ്ടൈസേഷൻ ഇവിടെ പറയുന്നുണ്ട് ഇലക്ട്രോൺ ഓക്യുപ്പൈഡ് ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ്. അപ്പൊ ഇലക്ട്രോൺസ് ഡിസ്ക്രീറ്റ് ആയുള്ള എനർജി ലെവൽസ് ഓക്യുപ്പൈ ചെയ്യും. അതാണ് ഈ ബോർ ആറ്റം മോഡലിന്റെ ഏറ്റവും വലിയ ഒരു മേന്മ എന്ന് പറയുന്നത്. ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം അതുവരെയുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന് ഒരു ഓർബിറ്റിൽ ചലിക്കുന്ന ഇലക്ട്രോൺസിന് പർട്ടിക്കുലർ എനർജി ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺസിനാണ് എനർജി. അപ്പൊ ഇലക്ട്രോൺസ് വി നോ ദാറ്റ് ഇലക്ട്രോൺസ് ആർ ചാർജ്ഡ് പാർട്ടിക്കിൾ. ഈ ചാർജ് പാർട്ടിക്കിൾസ് സ്പീഡിലി ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റേഡിയേഷൻസ് എന്ന് പറയുമ്പോൾ എനർജിയാണ്.
അപ്പൊ എനർജി എമിറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ എനർജി കുറയും. അതായത് ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ കറങ്ങുന്നതിനനുസരിച്ച് അതിൽ നിന്ന് റേഡിയേഷൻസ് എമിറ്റ് ആയിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും കറങ്ങി 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 ഈ ഒരു സ്പൈറൽ ഷേപ്പിൽ ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴും, ന്യൂക്ലിയസിലേക്ക് വന്ന് ഇടിക്കും. പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടും. ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. അപ്പോ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു പോയിന്റ് വരുന്നത്, ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അതായത് ക്വാണ്ടൈസേഷൻ പ്രകാരം ഓരോ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന ഓരോ ഷെല്ലുകൾക്കുമാണ്, ഇത് ആ ബോർ തിയറിയിൽ നമുക്ക് പറയാം, ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന ഓരോ ഷെല്ലുകൾക്കും ഓരോ എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ എനർജി ലെവൽസ് എന്ന് വിളിച്ചു, എനർജി ലെവൽസ്. അപ്പൊ എനർജി ലെവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഷെല്ലുകൾ തന്നെയാണ്. ഈ ഷെല്ലുകളെ തന്നെയാണ് സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് വിളിക്കുക. സ്റ്റേഷനറി, ഞാൻ എന്ന് കൊടുക്കാം, സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ സ്റ്റേഷനറി എനർജി ലെവൽസ് അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറയുമ്പോൾ ഓരോ ഷെല്ലിനും കെയിലാണ് തുടങ്ങുന്നത്. അപ്പൊ KLM എന്നൊക്കെ പറഞ്ഞ ഓരോ ഷെൽസ് ഉണ്ട്. ആ ഓരോ ഷെൽസിനും എന്തുണ്ട്? ഓരോ പെർട്ടിക്കുലർ എനർജി ഉണ്ട്. അതനുസരിച്ച് അപ്പൊ ഈ ഒരു തിയറി അനുസരിച്ച് അല്ലെങ്കിൽ ബോർ ആറ്റം മോഡൽ പറയുന്നത് ഇങ്ങനെയാണ്. അത് ഇനി അങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായിരുന്നാൽ ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരുപാട് ന്യൂമറിക്കൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് n=1, ഇത് n=2, ഇത് n=3 അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത് ലോവർ എനർജി ലെവലാണ്. ഇതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്നും ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ എനർജി എന്ത് ചെയ്യും? ഷെല്ലുകളുടെ എനർജി കൂടി 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 വരും. അതായത് ഏറ്റവും എനർജി കുറവുള്ളത് n=1 കാരണം n=1 ആണ് ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ളത്. സോ ഏറ്റവും ആദ്യം നിറയുന്ന ഷെല്ലും അത് തന്നെയായിരിക്കും, K ഷെല്ല് തന്നെയായിരിക്കും ആദ്യം നിറയുക. അപ്പോ ഇവിടെ പറയുന്ന ഒരു പ്രധാന പോയിന്റ്, ഈ രണ്ട് ഷെൽസ് എടുക്കാം, n=2ഉം n=1ഉം എടുക്കുമ്പോൾ ഇതിന് ലോവർ എനർജിയാണ്, അതായത് ന്യൂക്ലിയസിന് അടുത്ത്. ഇതിന് ഹയർ എനർജിയാണ്, അതായത് ന്യൂക്ലിയസിൽ നിന്ന് കുറച്ച് അകലെയാണ്. സോ വെൻ ഇലക്ട്രോൺസ് അപ്പൊ ഇതിലെല്ലാത്തിലും ഇലക്ട്രോൺസ് കടന്ന് കറങ്ങുന്നുണ്ട്. സോ ഈ ലോവർ എനർജിയിലുള്ള ഇലക്ട്രോൺസിന് ഹയർ സ്റ്റേറ്റിലോട്ട് പോകണമെങ്കിൽ പോസിബിൾ ആണ്. പക്ഷെ എങ്ങനെ അത് സംഭവിക്കുള്ളൂ? എനർജി അബ്സോർബ് ചെയ്ത് ഈ ഒരു എനർജി ലെവലിന്റെ എനർജിയിലോട്ട് എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടുത്തെ ഇലക്ട്രോണിന് ഉയർന്ന എനർജി ലെവലിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ ഒരു എനർജി ലെവലിലുള്ള ഇലക്ട്രോണിന് താഴേക്ക് വരണം എന്നുണ്ടെങ്കിൽ, അതായത് താഴ്ന്ന ലോവർ എനർജി ലെവലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനർജി പുറന്തള്ളണം. അപ്പൊ എനർജി പുറന്തള്ളുന്നത് തീർച്ചയായിട്ടും ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻസ് ആയിരിക്കും. അത് നമുക്ക് സ്പെക്ട്രൽ അനാലിസിസ് വഴിയൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്, ഇലക്ട്രോൺസ് വെൻ മൂവ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ, it has to absorb electron. At the same time, when electrons move from higher energy level to lower energy level, it will emit energy in the form of radiation. ആ റേഡിയേഷൻ വിസിബിൾ റീജിയനിലാണെങ്കിൽ നമുക്ക് ലൈറ്റ് ആയിട്ട് അത് കാണാനായിട്ട് പറ്റും. അല്ലാതെ പല റീജിയൻസിലും ഇത്തരത്തിലുള്ള റേഡിയേഷൻസിന്റെ എമിഷൻ നടക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു എനർജിയുടെ ബേസ് ഇതിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. അതിനുശേഷം പറയുന്നു ന്യൂക്ലിയർ സ്ട്രക്ചർ. കാരണം അറ്റോമിക് സ്ട്രക്ചർ നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ന്യൂക്ലിയർ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ, nucleus composed of protons and neutrons held together by nuclear forces. അപ്പൊ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഇതിനെ ന്യൂക്ലിയോൺസ് എന്ന് കമ്പാരിറ്റീവ്ലി വിളിക്കും. അതില് ഐസോടോപ്സ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസുകളാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ എല്ലാം ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതായിരിക്കും. പ്രധാനമായിട്ട് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഐസോടോപ്സ് പഠിച്ചാൽ മതി. ഒന്ന് ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആയിട്ടുള്ള പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഇവിടെ എല്ലാം അറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷേ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ഇനി അതുപോലെ കാർബണിന്റെ ഐസോടോപ്സ് ഉണ്ട്. കാർബൺ 3 ഐസോടോപ്പ് ഉണ്ട്, C612, C613, C614. ഇവിടെയും എന്താണ്? അറ്റോമിക് നമ്പർ ഈസ് ദ സെയിം ബട്ട് മാസ് നമ്പറിൽ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസിന്റെ എണ്ണം മാറുന്നതിനനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് സംഭവിക്കുന്നത് എന്ന് കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. പലതരം ഐസോടോപ്സ് ഉണ്ട്. ഈ പലതരം ഐസോടോപ്സിന് ഓരോ ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. അയഡിന്റെ ഐസോടോപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് തൈറോയിഡിന്റെ ഫംഗ്ഷൻ മനസ്സിലാക്കാനൊക്കെ ഉപയോഗിക്കുന്നു. കാർബൺ C14 ഐസോടോപ്പ് ആണെങ്കിൽ അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഫോസിൽസിന്റെ ഒക്കെ ഏജ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല 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 യൂസസ് ഉണ്ട് ഈ ഒരു ഐസോടോപ്സിന്. ഇനി അടുത്ത ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ് എന്താണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് of a sufficient frequency energy is incident on it.
അതായത് നമ്മൾ തന്നെ ഓടിച്ചെന്ന ഒരു ഫുട്ബോളിനെ കിക്ക് ചെയ്യുമ്പോൾ ആ ഫുട്ബോളിന്റെ എനർജിയെക്കാളും കൂടുതൽ എനർജി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫുട്ബോൾ മൂവ് ചെയ്യും. സിമിലർലി ലൈറ്റ് വിത്ത് പെർട്ടിക്കുലർ ഫ്രീക്വൻസി, ഒരു ആവശ്യത്തിനുള്ള ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് ഒരു മെറ്റൽ സർഫസിൽ വന്ന് ഇടിക്കുകയാണെങ്കിൽ ആ എനർജി, ആ ഒരു ലൈറ്റിന്റെ എനർജി അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോൺസിന്റെ എനർജി ഈ ഒരു ഇലക്ട്രോൺസിന്റെ ത്രഷോൾഡ് എനർജിയെക്കാളും കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇലക്ട്രോൺസിനെ ആ സർഫസിൽ നിന്നും ഇജക്ട് ചെയ്യിക്കാനായിട്ട്, പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ത്രഷോൾഡ് ഫ്രീക്വൻസി ഞാൻ പറഞ്ഞു, ദ മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് റിക്വയർഡ് ടു കോസ് ഫോട്ടോ എമിഷൻ. സോ ഫോട്ടോ എമിഷൻ നടക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു എനർജി വേണമല്ലോ, ആ കുറഞ്ഞ എനർജിയാണ് എന്ത് പറയുന്നത്, ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. സോ ത്രഷോൾഡ് എനർജിക്ക് താഴെയാണ് ഒരു ഫോട്ടോൺ വന്ന് എടുക്കുന്നതെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണാനായിട്ട് പറ്റില്ല, കാരണം ഇലക്ട്രോൺ എജക്ഷൻ എമിഷൻ നടക്കില്ല. ഇനി ത്രഷോൾഡ് എനർജിക്ക് കൂടുതലായിട്ടാണ് ഫോട്ടോൺസ് വന്ന് പതിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ഇലക്ട്രോൺസ് ഇജക്റ്റ് ആവാനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണാനും നമുക്ക് സാധിക്കും. അടുത്തത് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ്. ഐൻസ്റ്റീൻ ഇതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് ഏറ്റവും ചുരുക്കി ഒന്ന് പറയാം. E is equal to h nu minus phi. ഇതാണ് ഐൻസ്റ്റീൻ കൊടുത്ത ആ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. വേർ E is the kinetic energy of emitted electrons. അവിടെ kinetic energy of emitted electrons ആണ് E. And h is the Planck's constant, nu is the frequency of incident light. അപ്പോ h nu എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഇൻസിഡന്റ് ചെയ്യുന്ന, ആ തട്ടുന്ന ലൈറ്റിന്റെ എന്ത് എനർജി. E is equal to h nu ആണല്ലോ, അത് നമ്മൾ മുൻപ് കണ്ടതാണ്. അപ്പോൾ ആ തട്ടുന്ന ലൈറ്റിന്റെ എനർജിയാണ് h nu എന്ന് പറയുന്നത്. Then phi is the work function of that metal. ആ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ ആണ് phi. ഓക്കെ, വർക്ക് ഫംഗ്ഷനെ നമുക്ക് ത്രഷോൾഡ് എനർജി എന്ന് വേണമെങ്കിൽ തൽക്കാലം പറയാം. ത്രഷോൾഡ് എനർജി, അതായത് ത്രഷോൾഡ് എനർജിയേക്കാൾ കൂടുതൽ എനർജി ഫോട്ടോണിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എനർജി, ആ ഇലക്ട്രോൺസ് എന്താവും, ഇജക്റ്റ് ആവും. ഇജക്റ്റ് ആവുന്ന സമയത്ത് ആ ത്രഷോൾഡ് എനർജി ആ ഫോട്ടോൺസ് ഇവിടെ കൊടുക്കും. ബാക്കിയുള്ള എനർജി ഉപയോഗിച്ചിട്ടാണ് അത് ഇജക്റ്റ് ആവുന്നത്. ആ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി, ബിക്കോസ് അവിടെ ഇലക്ട്രോൺസിന് മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ആ കൈനറ്റിക് എനർജീനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഇ എന്ന് പറയുന്നത്. സോ നമ്മൾ വരുന്ന ഫോട്ടോൺസിന്റെ എനർജിയിൽ നിന്നും വർക്ക് ഫംഗ്ഷൻ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എനർജി ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, യെസ്, മാറ്റർ വേവ്സ് ആണ്. ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത്. So all particles emit wave-like properties described by lambda equal to h by p, where p is the momentum. പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത് ആണ്. സോ വേവ് പാർട്ടിക്കൽ ഡ്യുവാലിറ്റിയിൽ പാർട്ടിക്കൽ ക്യാൻ ബിഹേവ് ആസ് വേവ് ആൻഡ് വൈസ് വേഴ്സ. അതായത് പാർട്ടിക്കിളിന് വേവ് ആയിട്ടും വേവിന് പാർട്ടിക്കിൾ ആയിട്ടും ആക്ട് ചെയ്യാം. രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈറ്റ് എടുക്കുകയാണെങ്കിൽ, അതാണ് നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. ലൈറ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ അവിടുത്തെ പ്രത്യേകത, പാർട്ടിക്കിള്, യെസ്, ലൈറ്റ് ബാക്കിയുള്ള റിഫ്രാക്ഷൻ ഒക്കെ കാണിക്കുന്നതിന് കാര്യം എന്താണ്, അതിന്റെ ഈ ഇന്റർഫറൻസ് പാറ്റേൺസ് എല്ലാം കാണിക്കുന്നത് അതിന്റെ വേവ് നേച്ചർ കൊണ്ടാണ്. ഇനി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ പാർട്ടിക്കിൾ നേച്ചർ കൊണ്ടാണ്. സോ ഇത്തരത്തിൽ സൈമൾട്ടേനിയസ് ആയിട്ട് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഒരു ബോഡിയിൽ കാണുന്നു. ഇനി ആ പാർട്ടിക്കിളിന്റെ മാസ് കൂടി വരുന്നതിനനുസരിച്ച് വേവ് നേച്ചർ വിസിബിൾ ആവത്തില്ല, അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ വേവ് നേച്ചറിനെ പ്രിഡോമിനന്റ് ആയിട്ട് കാണപ്പെടും. അതുകൊണ്ടാണ് നമുക്ക് വേവ് നേച്ചർ വിസിബിൾ ആവാത്തത്, ബട്ട് വേവ് നേച്ചർ എക്സിസ്റ്റ്. കാരണം ഈ ലാംഡ ഇസ് ഈക്വൽ ടു h by p എന്ന് പറയുന്നത് മൈന്യൂട്ട് ഒബ്ജക്റ്റിന്റെ മാത്രം മൊമെന്റം ഉള്ളു, എല്ലാ ഒബ്ജക്റ്റിനും മൊമെന്റം ഉണ്ട്. പക്ഷെ ഒബ്ജക്റ്റ് വലുതാവുന്നതിനനുസരിച്ച് ഈ ലാംഡ നെഗ്ലിജിബിൾ ആയിട്ട് വരും, നമുക്ക് പറയാനായിട്ട് പറ്റില്ല, വേവ് നേച്ചർ പറയാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ്, ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡലിൽ ധാരാളം പോസ്റ്റ്ലേറ്റ് ഉണ്ട്. അതിൽ ബോർ ആറ്റം മോഡലിലെ തന്നെ പോസ്റ്റ്ലേറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫ്രം ഇലക്ട്രോൺസ്, വെൻ ഇലക്ട്രോൺസ് മൂവ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽസ്, എന്താ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്യണോ എമിറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കാം. ഇലക്ട്രോൺസ് ഓർബിറ്റ് ന്യൂക്ലിയസ് ഇൻ ക്വാണ്ടൈസ്ഡ് ഓർബിറ്റ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് കറങ്ങുന്നത് എങ്ങനെയാണ്, ഇലക്ട്രോൺസിനല്ല ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള എനർജി ഉള്ളത്, ആ ഓർബിറ്റ്സിനാണ് എനർജി ഉള്ളത്. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള എനർജി ഉള്ള ഓർബിറ്റുകൾ വഴിയാണ്. ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് mvr is equal to nh. ഓക്കെ, വേർ m is the
Mass of electrons and nu is the orbital velocity, r is the orbital radius, n is the positive integer, and h cut is reduced Planck's constant. അതായത് h by 2πനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, h കട്ട് എന്ന് പറയുന്നത്. ഇതിനെ h കട്ട് എന്ന് വായിക്കാം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ h കട്ട് ആയിരിക്കും തന്നേക്കുന്നത്. സോ h കട്ട് ആണെങ്കിൽ സിംപ്ലി അത് h by 2π ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടുത്തെ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കണം, ക്വാണ്ടൈസ്ഡ് ആയിരിക്കണം. അതായത് ഈ ഇലക്ട്രോണുകളുടെ ആംഗുലാർ മൊമെന്റം ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2π ആണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഇലക്ട്രോണുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഓർബിറ്റലിൽ കടന്ന് കറങ്ങാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഓർബിറ്റലിൽ കടങ്ങാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ്, എനർജി ക്വാണ്ടൈസേഷൻ. എനർജി എന്ന് പറയുന്നത് ഇതായിരിക്കും, എനർജിയുടെ ഇക്വേഷൻ ആണത് Z2E² ഡിവൈഡഡ് ബൈ 8ε0² h² into 1/n², where Z is the atomic number, E is the electron charge, ε0 is the permittivity of free space, and h is the Planck's constant. ഇമ്പോർട്ടന്റ് ആണ്. സോ ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള എനർജിയുടെ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. എനർജി En is equal to Z2E² divided by 8ε0² h² dot 1/n². ഇതാണ് ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ സ്പെക്ട്രൽ സീരീസിനെ പറ്റിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് പല സീരീസുകൾ പഠിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സീരീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലെയ്മാൻ സീരീസ് ഉണ്ട്, ബാൾമർ സീരീസ് ഉണ്ട്, പാഷൻ സീരീസ് ഉണ്ട്, ബ്രാക്കറ്റ് സീരീസ് ഉണ്ട്, ഫൺ സീരീസ് ഉണ്ട്. അങ്ങനെ ധാരാളം സീരീസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 3 സീരീസുകൾ മാത്രമേ ഈ റിവിഷൻ നോട്ടിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് കാണാൻ സാധിക്കും. ബാൾമർ സീരീസ് എന്ന് പറയുമ്പോൾ the visible light spectrum emitted when electron transition to n equal to 2 energy level. അപ്പോൾ ബാൾമർ സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിസിബിൾ ലൈറ്റ് സ്പെക്ട്രത്തിലാണ് നടക്കുന്നത്. സോ ബാൾമർ സീരീസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ബാൾമർ സീരീസ് വഴി പുറത്തു വരുന്ന റേഡിയേഷൻസ് എന്തായിരിക്കും, അത്തരത്തിലുള്ള റേഡിയേഷൻസ് വിസിബിൾ റീജിയനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ബാൾമർ സീരീസ് എന്താ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ലെയ്മാൻ സീരീസ് ആണ്. അപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ ബാൾമർ സീരീസിൽ ആ ഒരു ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുന്നത് ഹയർ എനർജി ലെവൽസിൽ നിന്നും n equal to 2 എനർജി ലെവലിലേക്കാണ്. അതായത് ഹൈഡ്രജന്റെ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ പഠിച്ചപ്പോഴത്തേക്ക് അത് ഡിസ്കസ് ചെയ്തായിരിക്കും. പല എനർജി ലെവൽസ് ഉണ്ട്. അപ്പൊ n equal to 1 ആണ് ഇത് n is equal to 2, ഇത് n is equal to 3, അങ്ങനെ പോകും. 2, 3 അങ്ങനെ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ഇതെന്ത് ചെയ്യും, ഇതിന്റെ ഡിസ്റ്റൻസ് കുറഞ്ഞ് ഏറ്റവും അവസാനം ഇതേപോലെ ഒരു ബാൻഡ് ആയിട്ട് മാറും എന്നെല്ലാം പഠിച്ചതായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഹയർ എനർജി ലെവൽസിൽ നിന്നും n equal to 2 എനർജി ലെവൽസിലേക്കുള്ള ഈ ട്രാൻസിഷനെ വിളിക്കുന്ന പേരാണ് ബാൾമർ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലെയ്മാൻ സീരീസ് നോക്കുകയാണെങ്കിൽ n equal to 1 എനർജി ലെവലിലേക്കുള്ള ഇലക്ട്രോണുകളുടെ ആ ഒരു ട്രാൻസിഷനെയാണ് ലെയ്മാൻ സീരീസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ലെയ്മാൻ സീരീസ്. ഇനി പാഷൻ സീരീസ് എന്ന് പറയുമ്പോൾ ഇൻഫ്രാറെഡ് സ്പെക്ട്രം റീജിയനിലാണ് നടക്കുന്നത്. ഈ ലെയ്മാൻ സീരീസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ലെയ്മാൻ സീരീസ് നടക്കുന്ന UV റീജിയനിലാണ്, അൾട്രാ വയലറ്റ് റീജിയനിലാണ്, നമുക്ക് കാണാൻ പറ്റില്ല. ബാൾമർ സീരീസ് വിസിബിൾ റീജിയനിലാണ്, നമുക്ക് കാണാൻ പറ്റും. ഇനി പാഷൻ സീരീസ് ആണെങ്കിൽ n equal to 3 എനർജി ലെവലിലേക്ക്, ഇതാണ് പാഷൻ സീരീസ്. n equal to 3 എനർജി ലെവലിലേക്ക് വരുന്ന പാഷൻ സീരീസ്. പാഷൻ സീരീസിന്റെ പ്രത്യേകത ഇവിടെ എമിഷൻ നടക്കുന്നത് ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിലാണ്. ഇൻഫ്രാറെഡ്, അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോ n equal to 2 ആണെങ്കിൽ ബാൾമർ സീരീസ് വിസിബിൾ ലൈറ്റ്, n equal to 1 ആണെങ്കിൽ ലെയ്മാൻ സീരീസ് അൾട്രാ വയലറ്റ് സ്പെക്ട്രം, n equal to 3 ആണെങ്കിൽ പാഷൻ സീരീസ് അവിടെ എന്താണ്, ലൈക്ക് ഇൻഫ്രാറെഡ് സ്പെക്ട്രം, ഇൻഫ്രാറെഡിലാണ് അവിടെ അത് നടക്കുന്നത്. ഇനി അപ്പൊ അത് നോക്കി. അതിനുശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഹാഫ് ലൈഫ്. അപ്പൊ ഹാഫ് ലൈഫും ന്യൂക്ലിയർ റിയാക്ടേഴ്സും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് എന്താണെന്ന് പറയാം. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ദ ടൈം ടേക്കൺ ഫോർ ഹാഫ് ദ ന്യൂക്ലിയൈ ഇൻ എ സാമ്പിൾ ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ടു ഡീകേ. അപ്പോ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഞാൻ എടുത്ത് വെച്ചേക്കാണ്. അതില് പ്രോബബ്ലി അതിൽ നിന്ന് റേഡിയേഷൻസ് പുറത്ത് എമിറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. സോ ഇത്തരത്തിൽ എനർജിയുടെ ഫോംസിലെ റേഡിയേഷൻ പുറത്തു പോകുമ്പോൾ ചെറിയ തോതിൽ മാസും പോവാറുണ്ട്. ഓക്കെ, മാസ് ആണ് കൺവേർട്ടഡ് ആയിട്ട് ഈ എനർജി ആയിട്ട് റേഡിയേഷൻസ് ആയിട്ട് പുറത്തു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സബ്സ്റ്റൻസിന് ഡീകേ സംഭവിക്കും. അതായത് ഈ സബ്സ്റ്റൻസിന്റെ മാസ് കുറഞ്ഞു വരും. ചിലപ്പോൾ ഇത് വർഷങ്ങളെടുത്ത് നടക്കുന്ന പ്രോസസ് ആയിരിക്കും. അങ്ങനെ ഇനിഷ്യൽ മാസിനേക്കാളും അല്ലെങ്കിൽ ഇനിഷ്യൽ എമൗണ്ടിനേക്കാളും
കറക്റ്റ് ഹാഫ് എമൗണ്ട് ആവാൻ എടുക്കുന്ന സമയം എത്രയാണോ അതിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് ടി ഹാഫ് കൊണ്ടാ സൂചിപ്പിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ടൈം ടേക്കൺ ഫോർ ഹാഫ് ദ ന്യൂക്ലിയൈ ഇൻ എ സാമ്പിൾ ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ടു ഡീകേ. ഡീകേ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന്റെ ന്യൂക്ലിയൈ പകുതിയാവാൻ എടുക്കുന്ന സമയത്തിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ന്യൂക്ലിയർ റിയാക്ടർ എന്താണെന്ന് നോക്കാം. Facilities where nuclear reactions are controlled and used to generate electricity to produce radioactive isotopes. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് വഴിയാണ്. അതായത് വലിയ ചെറിയ ന്യൂട്രോണുകളെ കൊണ്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള വലിയ 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 ആറ്റങ്ങളെ അല്ലെങ്കിൽ വലിയ വലിയ എലമെന്റ്സിനെ ബമ്പാർഡ് ചെയ്യിപ്പിക്കുമ്പോൾ അതിന് ന്യൂക്ലിയസ് പൊട്ടും. ന്യൂക്ലിയസ് പുറത്തിട്ട് അതിൽ നിന്ന് ന്യൂക്ലിയോൺസ്, അതായത് പ്രോട്ടോൺസും ന്യൂട്രോൺസും പുറത്തു വരും. ഈ പുറത്തു വരുന്ന ന്യൂട്രോൺസ് എന്ത് ചെയ്യും? വീണ്ടും അടുത്ത ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ ഇടിച്ചു താഴ്ത്തും. ഇത്തരത്തില് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ചെയിൻ റിയാക്ഷൻ കാരണം ധാരാളം എനർജി പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഈ എനർജി ഉപയോഗിച്ച് നമ്മൾ വാട്ടറിനെ സ്റ്റീമാക്കി മാറ്റി അതിനെ ഉപയോഗിച്ച് ടർബൈൻ കറക്കി കറണ്ട് ഉണ്ടാക്കുന്ന മെത്തേഡാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് കൺട്രോൾഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞില്ലേ. അതുപോലെ ആറ്റം ബോംബിലൊക്കെ സംഭവിച്ചത് ഈ ന്യൂക്ലിയർ ഫിഷൻ അൺകൺട്രോൾഡ് ആയിട്ട് നടന്നു. അപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ട് നടന്നതിന്റെ ഫലമായിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഇനോർമസ് എനർജി അവിടെ പ്രൊഡ്യൂസ് ആയി. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഇവിടെ എന്താണ് കൺട്രോൾഡ് ആയിട്ട് നടത്തുന്നത്? അങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സാധനത്തിന്റെ പേരാണ് കൺട്രോൾ റോഡ്സ് എന്ന് പറയുന്നത്. സോ കൺട്രോൾ റോഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കൺട്രോൾ റോഡ്സ് എന്താ ചെയ്യുന്നത്? അബ്സോർബ് ന്യൂട്രോൺസ് ടു കൺട്രോൾ ദ റേറ്റ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ. അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയിൻ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ലൈക്ക് ഒരു ന്യൂട്രോൺ അതിടിക്കുമ്പോൾ 3 ന്യൂട്രോൺ ഉണ്ടാവും. അത് ചെന്ന് അടുത്ത 3 ഇടിക്കും. അപ്പോൾ 9 ന്യൂട്രോൺസ് അടുത്തുണ്ടാവും. ഈ 9 എണ്ണവും അടുത്തതിനെ ടാർഗറ്റ് ചെയ്യും. അത്തരത്തിൽ ജോമെട്രിക് പ്രോഗ്രഷൻ പോലെ ഇങ്ങനെ 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 നമുക്ക് വിചാരിക്കാൻ പറ്റാത്തത്ര വലിയ ഡിസ്ട്രക്ഷൻസ് അത് ഉണ്ടാക്കും. അപ്പൊ അതിന് പകരം ഇത്തരത്തിലുള്ള ഉണ്ടാവുന്ന ന്യൂട്രോൺസിനെ എന്ത് ചെയ്താൽ മതി? അബ്സോർബ് ചെയ്ത് വെച്ചാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിയാക്ഷനെ സീസ് ചെയ്യാനായിട്ട് പറ്റും, സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് കൺട്രോൾ റോഡ്സ് എന്ന് പറയുന്നത്. സോ കൺട്രോൾ റോഡ്സ് അബ്സോർബ് ന്യൂട്രോൺസ് ടു കൺട്രോൾ ദ റേറ്റ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ. ഓക്കെ, സോ ഇത്രയാണ് പ്രധാനമായിട്ട് അതിൽ പറയാനായിട്ടുള്ളത്. ഡ്യുവൽ നേച്ചറിൽ പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Which phenomenon demonstrate the wave particle duality of light? അതായത് ഫോട്ടോഇലക്ട്രിക് ഇഫക്റ്റ്, ക്രോംപ്റ്റൺ ഇഫക്റ്റ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ അതില് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ലൈറ്റ് എക്സിബിറ്റ് ഇന്റർഫറൻസ് പാറ്റേൺസ്. ഓക്കെ, ഇന്റർഫറൻസ് പാറ്റേൺ. കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാം 2024 ജൂലൈ 13. ഇനിയും പഠിച്ചു തുടങ്ങിയില്ല എന്നതാണ് നിങ്ങളുടെ പ്രധാന വെല്ലുവിളിയെങ്കിൽ ടെക് പി എസ് സിയുടെ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളുടെ പുതിയ ബാച്ചിൽ നിങ്ങൾക്കും അംഗമാകാം. വിജയചരിത്രം ആവർത്തിക്കുന്നതിനായി കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, capsule notes and other study materials in PDF format, doubt clearance and mentorship, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 എന്ന നിസ്സാരമായ ഫീസിൽ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ ഉറപ്പിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. തരം ലൈറ്റ് നമ്മൾ 2 സ്ലിറ്റ് ഉപയോഗിച്ച്, അതായത് 2 ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ് ഉണ്ട്. സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും ഉണ്ട്, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും ഉണ്ട്. അതിൽ ഡബിൾ സ്ലിറ്റ് ഉപയോഗിച്ച സമയത്ത് നമുക്ക് അത് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പറ്റി. അതായത് ലൈറ്റ് എന്ത് ചെയ്യും? ഇന്റർഫറൻസ് പാറ്റേൺസ് തരും. അങ്ങനെയാണ് മനസ്സിലായത് അവിടെ എന്തുണ്ട്? അത് ഒരു വേവ് നേച്ചർ. ഇന്റർഫറൻസ് കാണിക്കണമെങ്കിൽ, ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഒരു വേവ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇന്റർഫറൻസ് കാണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കണം? ഒരു വേവ് ആയിരിക്കണം. സോ അത്തരത്തില് നമ്മൾ അത് ചെയ്തു. അപ്പോ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. നെക്സ്റ്റ്, അറ്റോമിക് നമ്പർ
92 ആയിട്ടുള്ള എലമെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റോമിക് നമ്പർ 92 വരുന്നത് യുറേനിയത്തിനാണ് കേട്ടോ. യുറേനിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the de Broglie wavelength of an electron with a velocity 1 into 10⁶ meter per second? അവിടെ നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ, മാസ് ഓഫ് ഇലക്ട്രോണിന്റെ വാല്യൂ എല്ലാം തന്നിട്ടുണ്ട്. അത് അസൈൻ ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വാട്ട് ഈസ് ദ de Broglie wavelength. de Broglie wavelength കണ്ടുപിടിക്കണം. സിമ്പിൾ അല്ലേ? de Broglie wavelengthന്റെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം. എന്താണ്? de Broglie wavelength lambda is equal to h/p. അത് നമുക്ക് ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് h/mv എന്നാക്കാം. എല്ലാം തന്നിട്ടുണ്ട്. h എത്രയാണ്? 6.6 into 10⁻34 10⁻34. ഇനി മാസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 9.11 into 10⁻31 ഇൻറ്റു വെലോസിറ്റിയും തന്നിട്ടുണ്ട്. എത്ര? 10⁻6 ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എല്ലാം 10⁻10 ആണ് അല്ലെ? എല്ലാം 10⁻10 ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ 10⁻10 റേഞ്ചിൽ തന്നെ ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. എന്താണ്? 6.6 ഡിവൈഡഡ് ബൈ 9.11. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, അപ്പൊ എക്സാമിനാണ് ഇതേപോലെ ചോദിക്കുന്നതെങ്കിൽ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം ഒരിക്കലും ചെയ്ത് നോക്കരുത്. കാര്യം അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ ഞാനിപ്പോ അതൊരു കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ. അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? -31 മുകളിലോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്താവും? +31 ആയിട്ട് മാറും. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ്? അതും ഇതും കൂടെ ക്യാൻസൽ ആയിട്ട് മുകളിൽ 10⁻³ ഡിവൈഡഡ് ബൈ 10⁻6 എന്ന് വരും. ഈ 10⁻6 മുകളിൽ പോകുമ്പോൾ എന്താവും? 10⁻6 ആവും. അപ്പൊ 10⁻³ വരും, 10⁻6 വരും. ഒരുമിക്കുമ്പോൾ 10⁻9 വരും. ഇനി ഇതിന്റെ ആൻസർ ഒന്ന് നോക്കുകയാണെങ്കിൽ, അപ്പൊ 10⁻10 കൊടുത്തിരിക്കുന്ന ആൻസർ എല്ലാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. അതിനു മുൻപ് ആ ആൻസറിന്റെ വാല്യൂസ് എല്ലാം ഒന്ന് നോക്കാം. നമുക്ക് 6.6, 7.3, 8.2, 9.1 ഇത്രയാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു ആൻസറിന്റെ വാല്യൂസ് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയ കള്ളത്തരങ്ങളെന്നല്ല പറയാ, ചെറിയ മാനിപ്പുലേഷൻസ് ഒക്കെ നമുക്ക് ആൻസറിൽ നടത്താം. ഇവിടെ 6.6 ഞാനൊരു 6.5 ആക്കിയും 9.11 ഞാൻ വെറുതെ 9 ആക്കി എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോ 6.6 നമ്മൾ 6.5 ആക്കി ഡിവൈഡഡ് ബൈ 9. അപ്പൊ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ പോയിന്റ് ഒന്ന് ക്യാൻസൽ ആയിട്ട് 65 ആവും. അപ്പൊ 7 എടുക്കുകയാണെങ്കിൽ എത്രയാണ്? 7 എടുക്കുകയാണെങ്കിൽ നമുക്ക് 63 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ആൻസർ 7ൽ തുടങ്ങുന്ന ഒരു ആൻസർ ആണ് 0.7. അപ്പൊ ഇവിടെ 0.7 into 10⁻9 എന്ന് വരും. ഈ പോയിന്റ് എടുത്ത് നമുക്ക് ഇപ്പുറത്തേക്ക് ഇട്ടാലോ? 7 into 10⁻10 എന്ന ആൻസർ വരും. ഇത് പോലുള്ള ഒരു ആൻസർ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കുന്ന സമയത്തുണ്ട് 7.3 into 10⁻10 മീറ്റർ എന്ന് കാണിച്ചിട്ടുണ്ട്. സോ അത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ, 7.3 into 10⁻10 മീറ്റർ. നെക്സ്റ്റ്, which of the emission spectrum is characteristics of hydrogen atom transitioning from higher energy to lower n equal to 2 level? അപ്പൊ n equal to 2 ലെവലിലേക്ക് വരുന്നത് ബാൽമർ സീരീസ് ആണ്. നമ്മുടെ വിസിബിൾ റീജിയനിലുള്ള ബാൽമർ സീരീസ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബാൽമർ സീരീസ്. നെക്സ്റ്റ്, what is the half life of radioactive substance if 75% of it decays in 20 hours? ഇമ്പോർട്ടന്റ് ആണ്. സോ 75 നമ്മൾ നോർമലി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്താണ്? 75 ആണ് 20 hours. അപ്പൊ നമ്മൾ അതിനെ 25 ആയിട്ട് എടുത്ത് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ 75% 20 hours കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1/4 ഓഫ് ദ സബ്സ്റ്റൻസ്, അതായത് 3/4 എന്ത് ചെയ്തു? റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 1/4 മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നും പറയാലോ. ഓക്കെ, അപ്പൊ T½ ഈക്വൽ ടു എന്തായിരിക്കും? T½ 10 hours ആയിരിക്കും. റീസൺ ഞാൻ പറഞ്ഞുതരാം. ആദ്യം എക്സിൽ നിന്ന് x/2 ആവാൻ എടുക്കുന്ന സമയമാണ് T½ x/2 നിന്ന് വീണ്ടും പകുതി. അപ്പൊ x/4 ആവാൻ എടുക്കുന്ന സമയമാണ് എന്ത്? അടുത്ത ഇത്. അപ്പൊ ഇത്രയാണ് 75% നമുക്ക് തന്നിട്ടുള്ളത്.
സോ ഇത് തൊട്ട് ഇതുവരെ 10 അവേഴ്സും ഇത് തൊട്ട് ഇതുവരെ വീണ്ടും 10 അവേഴ്സ് ആണെങ്കിൽ മാത്രമേ ഇതിങ്ങനെ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് 20 അവേഴ്സ് ഒന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഹാഫ് ലൈഫ് എത്ര? 10 അവേഴ്സ് തന്നെയായിട്ട് എടുക്കാം. x/2 ആവാൻ എടുക്കുന്ന സമയം 10 അവേഴ്സ് ആണ്. നെക്സ്റ്റ്, ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞുതരാൻ പറ്റുമോ? ഹാഫ് ലൈഫിൻ്റെതാണോ? ആ അതെ അതെ. യെസ്, ഇവിടെ 75% ഡീകേ നടന്നു എന്നാ പറയുന്നത്. അതായത് 75% ഡീകേ നടക്കണമെങ്കിൽ ബാക്കി ഇനി എത്രയുള്ളൂ? 25% ബാക്കിയുള്ളൂ. അതായത് x/4 മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി 3x/4 എന്ത് ചെയ്ത് കഴിഞ്ഞു? അതായത് x നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ x ആയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പൊ 3x/4 ഡീകേ ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഇനി നമുക്ക് x/4 മാത്രമേ ബാക്കിയുള്ളൂ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ x ആദ്യം x/2 ആവണം, പിന്നെ അതെന്താവണം? x/4 ആവണം. ഓക്കെ, സോ ഈ ഒരു ടൈം ആണ് എന്ത്? 20 അവേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ x/2 ആവാൻ എടുത്ത സമയം 10 അവേഴ്സ് ആയിരിക്കും. വീണ്ടും x/2 അതിന്റെ പകുതി ആവാൻ എടുത്ത സമയം അതും 10 അവേഴ്സ് ആയിരിക്കും. എങ്കിലേ ഇത് 20 അവേഴ്സ് ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹാഫ് ലൈഫ് എന്താണ്? ഓരോ 10 അവേഴ്സ് കൂടുമ്പോഴുമാണ് ഇതെന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷന്റെ കറക്റ്റ് ഹാഫ് ആയിട്ട് ഫൈനൽ കോൺസെൻട്രേഷൻ മാറുന്നത്. ഓക്കെ, അപ്പൊ 10 അവേഴ്സ് ആണ് ആൻസർ. ക്ലിയർ? ഓക്കെ ഓക്കെ. തന്നിട്ടുള്ള സമയം കഴിഞ്ഞ് നമുക്ക് ഒരു ഫുൾ ചാപ്റ്ററും കൂടെ തീർക്കാനുണ്ട്. ഒപ്റ്റിക്സ് അത് കുറച്ച് വലുതാണ്. അപ്പോൾ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ PN ജംഗ്ഷൻ ഡയോഡ് ഇൻ റിവേഴ്സ് ബയാസ്? അത് അതിലെ ക്വസ്റ്റ്യൻ ആണല്ലോ, സെമി കണ്ടക്ടേഴ്സിലെ ക്വസ്റ്റ്യൻ ആണല്ലോ. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ഇത് നമുക്ക് വേണ്ട, ഇത് കഴിഞ്ഞതിലെ ക്വസ്റ്റ്യൻ ആണല്ലോ. നെക്സ്റ്റ്, വിച്ച് സയന്റിസ്റ്റ് പ്രൊപ്പോസ് ദ കോൺസെപ്റ്റ് ഓഫ് മാറ്റർ വേവ്? മാറ്റർ വേവ് പ്രൊപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആരാണെന്നാണ്? സോ അതറിയാലോ, ഡി ബ്രോഗ്ലി ആണ്. യെസ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഒപ്റ്റിക്സിലേക്ക് പോവാം. ഒപ്റ്റിക്സില് സിലബസിൽ പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്ന ഇത്രയും കുറച്ച് കാര്യങ്ങളാണ്. സോ അതില് ടൈപ്സ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്. അപ്പൊ ടൈപ്സ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് നമുക്ക് 2 ടൈപ്പ് മിറേഴ്സ് ഉണ്ട്, കോൺകേവ് മിററും കോൺവെക്സ് മിററും. അതിൽ കോൺകേവ് മിറർ എന്ന് പറയുമ്പോഴത്തേക്ക് റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ്സ് ആയിരിക്കും. ഓക്കെ, അകത്തേക്കാണ് കർവ് ചെയ്തിരിക്കുന്നത്. കോൺവെക്സ് മിറർ ആണെങ്കിൽ അതൊരു ഡൈവേർജിങ് മിറർ. അതൊരു കോൺകേവ് മിറർ ഒരു കൺവേർജിങ് മിറർ ആണ്. അതായത് കൺവേർജിങ് മിറർ മീൻസ് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസിനെ എല്ലാം ഒരു സിംഗിൾ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. കോൺവെക്സ് മിറർ ആണെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ട് തന്നെ പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസിനെ ഇത്തരത്തില് ഇത് ചെയ്ത് വിടുകയാണ്, ഡൈവേർജ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡൈവേർജിങ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ യൂസസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് കോൺവെക്സ് മിറർ ആണ് നമ്മുടെ വെഹിക്കിൾസ് എല്ലാം റിയർ വ്യൂ മിറേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് കാരണം അതിന്റെ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കോൺകേവ് മിറർ ആണെങ്കിൽ നമ്മൾ റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പിൽ യൂസ് ചെയ്യും, ഷേവിംഗ് മിറേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റിഫ്ലക്ഷന്റെ ലോസ് ആണ്. റിഫ്ലക്ഷന്റെ ലോസ് പറയുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അത് വരച്ച് കാണിക്കാം. ഇവിടെ ഇത് നോർമൽ ആണ്. ഈ ഒരു റേനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇൻസിഡന്റ് റേ.
ഈ ഒരു റേക്ക് വിളിക്കുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിളിനെ നമുക്ക് ഐ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോ ലോസ് ഓഫ് റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്ത് ദിസ് ഐ വിൽ ബി എക്സാക്ട്ലി ഈക്വൽ ടു ആർ. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അടുത്തത് രണ്ടാമതൊരു പോയിന്റ് കൂടെ ഉണ്ട്. ഈ മൂന്നും, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ, ഈ മൂന്ന് റേസും ഒരു സിംഗിൾ പ്ലെയിനിലായിരിക്കും. അതായത് ഇത് ഒരിക്കലും ഈ പ്ലെയിനിൽ നിന്ന് ഔട്ടായൊന്നും പോകത്തില്ല. ഇത് മൂന്നും എന്തായിരിക്കും? സിംഗിൾ പ്ലെയിനിലായിരിക്കും. ഇത്രയാണ് പറയുന്നത് ലോ ഓഫ് റിഫ്ലക്ഷനില്. ഈസി ആയിട്ടുള്ള കാര്യമാണ് റിഫ്ലക്ഷൻ ഒക്കെ. അത് കഴിഞ്ഞിട്ട് റിഫ്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ റിഫ്ലക്ഷനിൽ ലൈറ്റ് ഒരൊറ്റ സർഫസ് ഉണ്ടായിരുന്നുള്ളൂ, ഓക്കെ, ഒരൊറ്റ മീഡിയമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ റിഫ്രാക്ഷൻ വരുന്ന സമയത്ത് രണ്ട് മീഡിയം വരും. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്ത് റിഫ്ലക്ട് ചെയ്യുന്ന സർഫസ് ഒപ്പേക്ക് ആയിരിക്കണം, പക്ഷേ റിഫ്രാക്ഷൻ നടക്കുന്ന സർഫസ് എന്തായിരിക്കണം? ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഇതും മറ്റൊരു ഡിഫറൻസ് ആണ്. ഇതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ്. അതായത് ലൈറ്റ്, ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആ ലൈറ്റിന്റെ പാത്തിന് ചിലൊരു ഡീവിയേഷൻ സംഭവിക്കും. സോ ഇത് മീഡിയം 1ഉം ഇത് മീഡിയം 2 ആയിട്ട് എടുക്കാം. ഇഫ് മീഡിയം 2, ഈ മീഡിയം 1 ഒരു ഡെൻസർ മീഡിയം ആണെന്നിരിക്കട്ടെ, ഡെൻസർ അതായത് കട്ടി കൂടിയ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം. മീഡിയം 2 ഒരു റെയറർ മീഡിയം ആണെന്നിരിക്കട്ടെ, അതായത് കട്ടി കുറഞ്ഞ മീഡിയം. സോ ഇവിടെ നോർമൽ ഉണ്ട്. ഇങ്ങനെയാണ് ലൈറ്റ് വരുന്നതെങ്കിൽ, ലൈറ്റ് ഇതിലേക്ക് ഒബ്ലിക്വലി ചരിഞ്ഞു വരികയാണെങ്കിൽ ഇവിടെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. നോർമലിൽ നിന്നും അകന്നായിരിക്കും പോകുന്നത്, ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് വരികയാണെങ്കിൽ. സോ ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞുതരാം. ഇവിടെ ഡെൻസർ മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ആയിരിക്കും ലൈറ്റിന്റെ സ്പീഡ് കുറവ്. അപ്പൊ ഇവിടെ ലൈറ്റ് കുറച്ച് സ്പീഡിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് വരുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് കൂടും. അപ്പൊ ഇവിടെയാണ് സ്പീഡ് കൂടുതൽ. അപ്പൊ ലൈറ്റിന്റെ സ്പീഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ലൈറ്റ് എന്ത് ചെയ്യും? കുറച്ച് ലോങ് വേസ് ചൂസ് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ നോർമൽ നിന്ന് അകലുന്നത്. ഏതെങ്കിലും ഒരു ഫിഗർ മാത്രമേ പഠിക്കാവുള്ളൂ, രണ്ടും കൂടെ പഠിച്ചാൽ കൺഫ്യൂസിങ് ആയിപ്പോകും. അപ്പോൾ ഡെൻസറിൽ നിന്നും റെയറിലേക്കാണ് ലൈറ്റ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു റേ എന്ത് ചെയ്യും? നോർമലിൽ നിന്ന് അകന്നു പോകും. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം പറയുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്ന പ്രകാശിക സാന്ദ്രത എന്നതിന് മലയാളത്തിൽ പറയും. എന്ന് പറഞ്ഞാൽ ആ ഒരു മീഡിയത്തിന്റെ കട്ടി. അങ്ങനെ സിമ്പിൾ ആയിട്ട് അങ്ങനെ വിചാരിച്ചാൽ മതി. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ കൂടെ ലൈറ്റിന് പയ്യെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഗ്ലാസ്, ഡയമണ്ട്, ഇതിനെല്ലാം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ആസ് കമ്പയർഡ് ടു എയർ. ഇതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് എല്ലാം കൂടുതലാണ്. ആസ് എ റിസൾട്ട് എന്താ സംഭവിക്കുക? ഇതിൽ കൂടെ ലൈറ്റിന് വളരെ കുറച്ച് സ്പീഡിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ടേമിനെ ബേസ് ചെയ്തിട്ടാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ടേമും കൂടെ ഉണ്ടായിരിക്കുന്നത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി അപ്പൊ ഇതാണ് റിഫ്രാക്ഷൻ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? സ്നെൽസ് ലോ എന്താണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സ്നെൽസ് ലോ ഞാൻ ഈ ഒരു ഫിഗറിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ഇൻസിഡന്റ് റേ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് റിഫ്രാക്റ്റഡ് റേ ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഇതിനെ നമുക്ക് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ സ്നെൽസ് ലോ പറയുന്നത് സൈൻ ഐ ബൈ സൈൻ ആർ. നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. നോട്ടില് തീറ്റ ഐ തീറ്റ ആർ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയാം. ദ സൈൻ ഐ ബൈ സൈൻ ആർ വിൽ ബി എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് സ്നെൽസ് ലോ. അപ്പൊ സ്നെൽസ് ലോ എന്താണ്? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് വെറുതെ അങ്ങ് എന്നെന്ന് വിളിക്കാൻ പറ്റില്ല. ബിക്കോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് എ റിലേറ്റീവ് ക്വാണ്ടിറ്റി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും കമ്പയർ ചെയ്തേ പറയാൻ പറ്റുള്ളൂ. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ നോർമൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാനേ പറയാൻ പറ്റൂ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് മീഡിയം ഈസ് ദിസ് ടൈംസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് മീഡിയം. ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മറ്റൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്ന രീതി. അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് n2 by n1 എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ രണ്ട് മീഡിയം ഉണ്ടല്ലോ, n2 by n1. അപ്പോ n2 എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2, n1 എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1. കമ്പയർറ്റീവ് വാല്യൂ ആണ്, കമ്പയർ ചെയ്താണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് n1 സൈൻ ഐ എന്ന് പറയുന്നത് n2 സൈൻ ആർ എന്നും നമുക്ക് പറയാം. ഇതും എന്താണ്? സ്നെൽസ് ലോ തന്നെയാണ്. അപ്പൊ സ്നെൽസ് ലോ പല ഫോമിൽ നമുക്ക് ചോദിക്കാം.
നമുക്ക് ജസ്റ്റ് ഇതാ ഇങ്ങനെ അറിഞ്ഞിരുന്നാലും മതി, സൈൻ ഐ ബൈ സൈൻ ആർ ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് അറിഞ്ഞിരുന്നാലും മതി. ഓക്കെ, ഇനി റിഫ്രാക്ഷന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത് നമുക്ക് ലെൻസ്, പ്രിസംസ്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, ഇതിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം ആണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ അത് TIR എന്നായിരിക്കും സൂചിപ്പിക്കുക. അപ്പൊ TIR എന്ന് കണ്ടാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണെന്ന് ഓർക്കുക. അപ്പോൾ അതിലും വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്ന ഒരു ടേം ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇതൊരു ഡെൻസർ മീഡിയം ആണ്, ഇതൊരു റെയറർ മീഡിയം ആണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമുക്ക് വിസിബിൾ ആവണമെങ്കിൽ ലൈറ്റ് എവിടെ നിന്ന്, ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കായിരിക്കണം ലൈറ്റ് സഞ്ചരിക്കേണ്ടത്. വൺസ് മോർ, നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വിസിബിൾ ആവണമെങ്കിൽ ലൈറ്റ് എവിടെ നിന്ന്, ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് സഞ്ചരിക്കണം. അപ്പൊ ലൈറ്റ് ഇതാ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് നോർമലിൽ നിന്ന് അകന്നു പോകും. ഇതാ ഇങ്ങനെ നോർമലിൽ നിന്ന് അകന്നു പോകും. ഓക്കെ, ഇനി ഞാൻ ഈ ആംഗിൾ കൂട്ടി വരികയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഇത് ഈ സർഫസിൽ കൂടെ തന്നെ മൂവ് ചെയ്യും. അതായത് ഇത് ഇൻസിഡന്റ് റേ ആണ്, ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായി, 90 ഡിഗ്രി ആയി. ഓക്കെ, സോ ഇത്തരത്തിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. സോ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗീവ്സ് 90 ഡിഗ്രി. അതാണ് ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഡെഫിനിഷൻ. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇനി ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടിയ ആംഗിളിൽ നമ്മൾ ലൈറ്റ് അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ ഒരു സെയിം മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരും. അതായത് റിഫ്ലക്ഷൻ തന്നെ സംഭവിക്കും. ഇതിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ, ലൈറ്റ് എന്താണ്, ഡെൻസർ മീഡിയത്തിൽ നിന്നും, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിലേക്ക് തന്നെ ലൈറ്റ് വരണം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, ലൈറ്റ് അവിടുത്തെ ആംഗിൾ, ഈ ലൈറ്റ് അടിക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത്, ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ഡിഗ്രിയും വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് അറൌണ്ട് 46 ഡിഗ്രിയും ആണ്. 46.8 സംതിങ് അത്തരത്തിലുള്ള റേഞ്ചിലാണ് വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിളും വരുന്നത്. സോ ഇത്രയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. സോ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത്തരത്തിലുള്ള ഒരു ഫൈബർ ആണ്. ആ ഫൈബറിന് ഒരു ഇൻസൈഡ് പോർഷൻ ഉണ്ട്. ഇൻസൈഡ് പോർഷനെ കോർ എന്നും അതിന്റെ ഔട്ട്സൈഡ് പോർഷനെ ക്ലാഡിംഗ് എന്നും പറയും. കോർ ആൻഡ് ക്ലാഡിംഗ്. ഓക്കെ, അപ്പൊ ഈ ക്ലോർ എന്ന് പറയുന്ന ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയവും ക്ലാഡിംഗ് എന്ന് പറയുന്ന ഒപ്റ്റിക്കലി റെയറർ മീഡിയവും ആണ്. സോ ഇതിനകത്തൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താ സംഭവിക്കുക, ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നാണ് ഈ ലൈറ്റ് മൂവ് ചെയ്യുന്നത്. അതായത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് നമ്മൾ എത്ര വളഞ്ഞു തിരിഞ്ഞ് കിടന്നാലും അതിനകത്ത് കൂടെ ലൈറ്റിനെ ഒരു എൻഡിൽ നിന്നും അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ലൈറ്റ് സ്ട്രേറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, വളഞ്ഞ പൈപ്പിൽ കൂടെ ലൈറ്റിനെ കൊണ്ടുപോകുന്നത് പോസിബിൾ അല്ല. പക്ഷെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വഴി അത് പോസിബിൾ ആണ്. എത്ര തന്നെ വളഞ്ഞു തിരിഞ്ഞ് കോയിൽ ചെയ്ത് കിടന്നാലും ലൈറ്റ് ഇപ്പുറത്തെത്തും. ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് ലാപ്രോസ്കോപ്പി, അതായത് കീഹോൾ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഇട്ടിട്ട് ഉള്ളിലേക്ക് ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ബോഡിക്കകത്തുള്ള ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഡോക്ടേഴ്സ് കാണുന്നത്. ക്യാമറ ഉപയോഗിച്ച് കാണാനായിട്ട് ലൈറ്റ് വേണ്ടേ, ആ ലൈറ്റ് കൊടുക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. സിമിലർലി നമ്മൾ എൻഡോസ്കോപ്പി, കൊളനോസ്കോപ്പി പോലുള്ള മെത്തേഡ്സ് ചെയ്യുമ്പോൾ, എൻഡോസ്കോപ്പി മീൻസ് നമ്മുടെ വായിൽ കൂടെ, അതായത് മൗത്തിൽ കൂടെ ക്യാമറ ഇറക്കിയിട്ട് എന്തെങ്കിലും ഡയഗ്നോസ്, ട്യൂമേഴ്സോ എന്തൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യുന്ന മെത്തേഡാണ് എൻഡോസ്കോപ്പി. കൊളനോസ്കോപ്പി ആണെങ്കിൽ നമ്മൾ ഏനൽ റീജിയനിൽ കൂടെ, ഏനസിൽ കൂടെ ക്യാമറ കയറ്റിയിട്ട് എന്ത് ചെയ്യുക, അവിടുത്തെ ട്യൂമേഴ്സും കാര്യങ്ങളും, ഈ വൻകുടലിലേക്ക് ട്യൂമേഴ്സ് കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. സോ ഇത്തരത്തിലുള്ള മെത്തേഡ്സിനെല്ലാം വൈഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ. സോ ഇതിനെ ബേസ് ചെയ്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഒന്ന് നോക്കാം. 1/f is equal to n-1 into 1/r1 minus 1/r2. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇവിടെ f എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ്. n എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ, ആ ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. R1ഉം R2ഉം ലെൻസിന്റെ കർവേച്ചർ ആണ്. ഓക്കെ, റേഡിയസ് ഓഫ് കർവേച്ചർ, രണ്ട് സർഫസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് R1ഉം R2ഉം അങ്ങനെ രണ്ട് വാല്യൂസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി പവർ ഓഫ് എ ലെൻസ്. ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഈ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെപ്പറ്റി ഈ നോട്ടിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സൈൻ കൺവെൻഷൻ അല്ലെങ്കിൽ അതിനെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നാണ് വിളിക്കുന്നത്.
ആ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഇതൊരു ലെൻസോ മിററോ എന്ത് വേണോ ആവട്ടെ. സോ ആ മിററിലേക്ക് ഇതാ ഒബ്ജക്റ്റ് ഇരിക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ആയിരിക്കും ലൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ലൈറ്റിന്റെ ഡയറക്ഷൻ ഇതാണ്. സോ എല്ലാ ഡിസ്റ്റൻസും നമ്മൾ ഇവിടെ നിന്നാണ് മെഷർ ചെയ്യേണ്ടത്. ഇത് പോൾ ആവാം, അല്ലെങ്കിൽ ഇൻ ദ കേസ് ഓഫ് മിറർ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് പോൾ എന്നാണ്. ഇൻ ദ കേസ് ഓഫ് ലെൻസ് നമ്മൾ ഇതിനെ വിളിക്കുന്ന ഒപ്റ്റിക്കൽ സെന്റർ എന്നാണ്. ഒപ്റ്റിക്കൽ സെന്റർ. അപ്പോൾ എല്ലാ ഡിസ്റ്റൻസും നമ്മൾ മെഷർ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ലെൻസിലാണെങ്കിൽ ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് മെഷർ ചെയ്യണം, ഇതിലാണെങ്കിൽ മിററിലാണെങ്കിൽ പോളിൽ നിന്ന് മെഷർ ചെയ്യണം. സോ ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചോ, അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് ഇതാ ഇങ്ങനെയല്ലേ മെഷർ ചെയ്ത് വരാൻ പറ്റൂ. സോ ലൈറ്റിന്റെ ഡയറക്ഷൻ ഇത്, നമ്മൾ മെഷർ ചെയ്യുന്ന ഡയറക്ഷൻ ഇത്. സോ ഇതൊരു 10 സെന്റിമീറ്റർ അകലെയാണെങ്കിൽ നമ്മൾ അതിനെ -10 എന്ന് വേണം എടുക്കാൻ. അതായത് എന്താണ്, നമ്മൾ ലൈറ്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇനി ഇതേ ഇമേജ് നമ്മൾ ഇവിടെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ 20 സെന്റിമീറ്റർ ഇവിടെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിനെ പോളിൽ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്താണ് പോവേണ്ടത്. സോ ഇത് മെഷർ ചെയ്യുന്ന ഡയറക്ഷൻ, ഇത് ലൈറ്റിന്റെ ഡയറക്ഷൻ, രണ്ടും സെയിം ആണ്. സെയിം ആയതുകൊണ്ട് നമുക്ക് അതിന്റെ സൈൻ പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ സൈനിൽ ഒരു ചെറിയ വ്യത്യാസം വരും. ഈ ഒരു വ്യത്യാസം അനുസരിച്ചാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇതിൽ പറഞ്ഞില്ലേ, ഫോക്കൽ ലെങ്ത്തിന്റെ സൈൻ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ സൈനിലുള്ള ഇത്തരത്തിലുള്ള ഡിഫറൻസ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന സിമ്പിൾ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇഫ് യു ആർ ടേക്കിംഗ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ആസ് ദ ഒരു പാരാമീറ്റർ, അതിനെ നമുക്കൊരു ബേസ് ആയിട്ട് എടുക്കാം. ഡയറക്ഷൻ ഓഫ് ലൈറ്റിനെ എടുക്കുകയാണെങ്കിൽ all the measurements in the direction of light is taken as positive, and all the measurements just opposite to the direction of light is taken as negative. Okay, ഡയറക്ഷന്റെ ലൈറ്റിന്റെ ഡയറക്ഷന് ഇന്നാണെങ്കിൽ അതേ സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് അതിനെ പോസിറ്റീവ് ആയിട്ടും, ലൈറ്റിന്റെ ഡയറക്ഷന് എഗനിസ്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ നെഗറ്റീവ് ആയിട്ടും പറയേണ്ടി വരും. ഓക്കെ, ഇതാണ് സൈൻ കൺവെൻഷൻ. അപ്പോൾ അതുവരെയുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അടുത്തത് പവർ ഓഫ് ലെൻസ് ആണ്. ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് 1/P = 1/F. അവിടെ ഉള്ളൊരു പ്രത്യേകത, എഫ് ഷുഡ് ബി മീറ്റേഴ്സ്. എഫ് മീറ്റേഴ്സിലായിരിക്കണം. ഇവിടെ ഒരു ടെക്നിക്കും കൂടെ പറഞ്ഞുതരാം. മോസ്റ്റ് മെജോറിറ്റി ഓഫ് ദ കേസസിലും നമുക്ക് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് സെന്റിമീറ്റേഴ്സിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കി പാടൊന്നും പെടണ്ട. അപ്പൊ വേറൊരു ഇക്വേഷൻ കൂടെ പഠിച്ചിരുന്നാൽ മതി. P = 1/F in meters. എഫ് മീറ്ററിലാണെങ്കിൽ ഇത് ചെയ്യണം. If F is in centimeter, then power P is equal to 100/F in centimeters. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. 100/F സെന്റിമീറ്റർ ആണെങ്കിൽ അതിനെ മാറ്റാനും മീറ്റർ ആക്കി മാറ്റാനും ഡെസിമൽ ഒക്കെ വരുമല്ലോ, അതിനെ ഇനി മാറ്റാനും തിരിക്കാനും ഒന്നും നിൽക്കണ്ട. വെറുതെ 100 ആ വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പവർ കിട്ടും. സോ ദിസ് ഇസ് ദ പവർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഈ ലെൻസിന്റെ കോമ്പിനേഷൻ ആണ്. നമുക്ക് രണ്ട് ലെൻസസ് ഇതേപോലെ കമ്പൈൻ ചെയ്യാം. ചിലപ്പോൾ ഒരു കോൺവെക്സും ഒരു കോൺകേവും ഒക്കെ കമ്പൈൻ ചെയ്യാം. അത്തരത്തിൽ കമ്പൈൻ ചെയ്തു വരുമല്ലോ. ആ കമ്പൈൻ ചെയ്യുന്നതിനാണ് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ലെൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് മാറും. ഫോർ എക്സാമ്പിൾ, ഒരു ടെലിസ്കോപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മൈക്രോസ്കോപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 2 ലെൻസ് കാണും. സോ അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആയിരിക്കും. മൈക്രോസ്കോപ്പിലൊക്കെ ആണെങ്കിൽ അത് സെയിം അലൈൻമെന്റിലല്ല. അത് അതിന്റെ റേ ഡയഗ്രാം ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതായത് നമുക്ക് പല സിറ്റുവേഷൻസിലും എന്താണ്, ലെൻസ് കമ്പൈൻ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ധാരാളമായിട്ട് വരാറുണ്ട്. ഇതിനെയാണ് ലെൻസിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് ലെൻസ്. അങ്ങനെ ലെൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ കൺവേർജിങ്, അതായത് 2 കൺവേർജിങ് ലെൻസുകൾ തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ് F1 F2 ഡിവൈഡഡ് ബൈ F1 + F2 - D. ഓക്കെ, വേർ D എന്താണ്? D is the distance between the lenses. ഈ 2 ലെൻസസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് D. അതായത് ഈ 2 കൺവേർജിങ് ലെൻസിനും 2 ഡിഫറെന്റ് ആയുള്ള ഫോക്കൽ ലെങ്ത് ഉണ്ടായിരിക്കുമല്ലോ. F1 F2 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 2 കൺവേർജിങ് ലെൻസുകളാണ് CC എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, CC ആണ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? F1 F2 ഡിവൈഡഡ് ബൈ F1 + F2 - D. ഇനി CD ആണെങ്കിലോ, അതായത് ഒരു കൺവേർജിങ്ങും ഒരു ഡൈവേർജിങ്ങും ആണെങ്കിലോ, നമുക്ക് ടോട്ടൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ F1 F2 ഡിവൈഡഡ് ബൈ F1 - F2 + D. F1 F2 ഡിവൈഡഡ് ബൈ F1 - F2 + D. ഇനി ഡൈവേർജിങ് 2 ഡൈവേർജിങ് ലെൻസ് ആണെങ്കിൽ സെയിം ഇക്വേഷൻ തന്നെയാണ്. എന്ത്? F1 F2 ഡിവൈഡഡ് ബൈ F1 + F2 - D ക്ക് പകരം എന്തെടുക്കണം? +D എടുക്കണം. അതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ CC ആണെങ്കിൽ F1 F2 ഡിവൈഡഡ് ബൈ F1 + F2 - D. CD ആണെങ്കിൽ F1 F2 ഡിവൈഡഡ് ബൈ F1 - F2 + D. DD ആണെങ്കിൽ F1 F2 ഡിവൈഡഡ് ബൈ F1 + F2 + D.
where d is the distance between these two lenses. അപ്പൊ അതാണ് കോമ്പിനേഷൻ ഓഫ് ലെൻസസിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള പോയിന്റ്. ഇനി അടുത്ത സ്കാറ്ററിംഗ് ആണ്. സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഡിഫ്ലക്ഷൻ, ലൈറ്റിന്റെ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ദ ഇന്ററാക്ഷൻ വിത്ത് പാർട്ടിക്കിൾസ് ഓർ മീഡിയം. ഓക്കെ, ഒരു മീഡിയത്തിൽ ഫോർ എക്സാമ്പിൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ നമുക്ക് കുറെ എക്സാമ്പിൾ പറയാം. സ്റ്റാർസ് നമ്മൾ റെഡ് കളറിൽ കാണുന്നതിന് കാര്യം, അല്ലെങ്കിൽ സ്കൈ ബ്ലൂ കളറിൽ കാണുന്നത്, സീ ബ്ലൂ കളറിൽ കാണുന്നത്, റെയിൽവേ സിഗ്നൽസിലും ട്രാഫിക് സിഗ്നൽസിലും റെഡ് ലൈറ്റ് ഉപയോഗിക്കുന്നത്, ഫോഗി ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള ഏരിയാസിൽ, അതായത് നമ്മൾ മിസ്റ്റ് ഒക്കെ ഉണ്ടാവുന്ന ഏരിയ ഉണ്ടല്ലോ, ഈ ഡെൻസ് ഫോഗ് ഉണ്ടാവുന്ന ഏരിയയിലെല്ലാം സ്ട്രീറ്റ് ലൈറ്റ്സിന്റെ കളർ സോഡിയം വേപ്പർ ലാമ്പ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുക. അപ്പൊ സ്ട്രീറ്റ് ലൈറ്റിന്റെ കളർ യെല്ലോയിഷ് ആയിരിക്കും. ആ യെല്ലോ കളർ കൊടുക്കുന്നതിന് റീസൺ ഇതിനെല്ലാം കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ഈ സ്കാറ്ററിംഗ് പഠിച്ചാൽ മാത്രം മതി. അപ്പൊ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഡ്യൂ ടു ദ ഇന്ററാക്ഷൻ ഓഫ് പാർട്ടിക്കിൾ. ഇനി ഡിസ്പേർഷൻ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ലൈറ്റ് ഇൻടു ഡിഫറെന്റ് വേവ് ലെങ്ത്. അപ്പോ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ലെൻസിന് നമ്മൾ ഒരു പ്രിസത്തിൽ കൂടെ കടന്നു വിടുകയാണെങ്കിൽ അതിന് 2 ടൈംസ് ആണ് റിഫ്രാക്ഷൻ സംഭവിക്കുക. ആസ് എ റിസൾട്ട് അത് അതിന്റെ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഇനി റെയിൻ ഡ്രോപ്പിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോഴും സെയിം തന്നെയാണ് സംഭവിക്കുന്നത്. 2 ടൈംസ് അതിന് റിഫ്രാക്ഷൻ സംഭവിക്കും. ആസ് എ റിസൾട്ട് അതിന്റെ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇനി സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്കാറ്ററിംഗ് മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ലൈറ്റിന് വരുന്ന ഡിഫ്ലക്ഷൻ. അപ്പോൾ സ്കാറ്ററിംഗിന്റെ പ്രത്യേകത ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ബ്ലൂയിഷ് ആയിട്ടുള്ള ബ്ലൂ റീജിയനിലുള്ള ലൈറ്റ്. അപ്പോൾ നമുക്ക് അതിനെ കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ ബ്ലൂ കളറിന്റെ പ്രത്യേകത എന്താണ്? ഫ്രീക്വൻസി ഹൈ ആണ്, വേവ് ലെങ്ത് ലോ ആണ്. സോ ഹൈ ഫ്രീക്വൻസി ലൈറ്റ് ഈസ് എന്താണ്? അത് കൂടുതൽ സ്കാറ്ററിംഗിന് വിധേയമാകും. ഹൈ ഫ്രീക്വൻസി ലൈറ്റ് ആണെങ്കിൽ പെട്ടെന്ന് സ്കാറ്റർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒന്നും ബ്ലൂ ലൈറ്റ് ഉപയോഗിക്കാത്തത്. ബ്ലൂ ലൈറ്റ് പെട്ടെന്ന് സ്കാറ്റർ ചെയ്യും, അതായത് ഒരുപാട് ദൂരം സഞ്ചരിക്കാനായിട്ട് അതിന് പറ്റില്ല. അറ്റ് ദ സെയിം ടൈം റെഡ് ലൈറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? എത്ര ദൂരം വേണോ സ്കാറ്ററിംഗ് ഇല്ലാതെ വരും. കാരണം റെഡ് ലൈറ്റിന്റെ വേവ് ലെങ്ത് കൂടുതലാണ്, ഫ്രീക്വൻസി കുറവാണ്. അപ്പൊ ലോ ഫ്രീക്വൻസി ഉള്ള റെഡ് ലൈറ്റിന് സ്കാറ്ററിംഗ് കുറവായതുകൊണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡോൺ ആൻഡ് ഡെസ്ക്, ഉദയ അസ്തമയ സമയങ്ങളിൽ സൂര്യന്റെ നിറം ചുവപ്പാണ്. സൂര്യനിൽ നിന്ന് നമുക്ക് വരുന്ന റേസിന്റെ കളറും ചുവപ്പായിരിക്കും. സോ ഇതിന് റീസൺ ഇതാണ്. ഇത്രയും ദൂരം, അതായത് ഭൂമിയിൽ നിന്നും എർത്തിൽ നിന്നും ഏറ്റവും ഡിസ്റ്റൻസിൽ സൂര്യൻ നിൽക്കുന്നത് ഡോൺ ഡെസ്ക് ആ സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്രയും ദൂരം ലൈറ്റ് ട്രാവൽ ചെയ്തായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ കമ്പോണന്റ് കളേഴ്സിനും എന്ത് ചെയ്യും? ലോ ഫ്രീക്വൻസി ലൈറ്റ്, ഹൈ ഫ്രീക്വൻസി ലൈറ്റിന് എല്ലാം സ്കാറ്ററിംഗ് സംഭവിച്ചു പോകും. ബാക്കി ലോ ഫ്രീക്വൻസി ലൈറ്റ് മാത്രമേ ഭൂമിയിൽ എത്തുള്ളൂ. ഇനി നമ്മൾ റെഡ് സിഗ്നൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് റെഡ് കളറിന് സ്കാറ്ററിംഗ് ഇല്ലാതെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. ഫോഗി ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം സോഡിയം വേപ്പർ ലാമ്പ് ഉപയോഗിക്കുന്നതിന് കാരണം ഇത് തന്നെയാണ്. യെല്ലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോ ഫ്രീക്വൻസി ലൈറ്റ് ആണ്. ലോ ഫ്രീക്വൻസി ലൈറ്റ് ആയതുകൊണ്ട് അതിന് സ്കാറ്ററിംഗ് സംഭവിക്കാതെ അവിടെ മുഴുവൻ വെട്ടം കൊടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് അവിടുത്തെ സ്കാറ്ററിംഗിന്റെ ആ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾസും എല്ലാം പറഞ്ഞിട്ടുണ്ട്, റെയിൻബോ ഫോർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ എക്സാമ്പിൾസ് ആണ് ഞാനും പറഞ്ഞത്. ഇനി അടുത്തത് മൈക്രോസ്കോപ്പ് ആണ്. മൈക്രോസ്കോപ്പിന് പ്രധാനമായിട്ട് ഒബ്ജക്റ്റീവ് ഐ പീസും ഉണ്ട്. അതുപോലെ ഒബ്ജക്റ്റീവ് ഐ പീസും അതുപോലെ ആ ഹോൾഡിംഗ് സാമ്പിൾ വെക്കാനുള്ള ആ ഹോൾഡ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ ടൈപ്സ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ അതുപോലെ ഇലക്ട്രോൺ, 2 ടൈപ്പിലുള്ള മൈക്രോസ്കോപ്പ് ഉണ്ട്. ഒപ്റ്റിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ലെൻസസ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബീംസ് ആണ്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കുക. അതായത് ഹ്യൂമൻ ഐയിൽ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റിനെ എല്ലാം ഒരുപാട് മാഗ്നിഫൈ ചെയ്ത് മൈക്രോസ്കോപ്പ് കാണിച്ചു തരും. ഓക്കെ, ഇനി അടുത്ത ഇന്റർഫെറൻസ് ആണ്. ഇന്റർഫെറൻസിൽ പ്രധാനമായിട്ടും പറയുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. അതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ലൈറ്റ് ഫ്രം എ സിംഗിൾ സോഴ്സ് പാസസ് ത്രൂ 2 ക്ലോസ്ലി സ്പേസ്ഡ് സ്ലിറ്റ് ക്രിയേറ്റിംഗ് ഇന്റർഫെറൻസ് പാറ്റേൺ. അതായത് ലൈറ്റിന് നമ്മളിതാ വളരെ ക്ലോസ് ആയിട്ട്, ഞാനിപ്പോ വരയ്ക്കുമ്പോൾ ഒരുപാട് വലുതായി പോകും, തീരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഹോൾസിൽ കൂടെ സ്ലിറ്റിൽ കൂടെ കടത്തിവിടുന്ന സമയത്ത്, സോ ലൈറ്റ് ഇതാ ഇങ്ങനെ കടത്തിവിടുകയാണെങ്കിൽ ഇതിലൂടെ പുറത്തു വരുന്ന ലൈറ്റ് ഇന്റർഫെറൻസ് പാറ്റേൺസ് കാണിക്കും. ഓക്കെ, അതായത് ചില പാറ്റേൺസ് കാണിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡബിൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബ്രൈറ്റും ഡാർക്കും ആയിട്ടുള്ള റീജിയൻസ് ആയിരിക്കും. ഓക്കെ, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബ്രൈറ്റ് റീജിയൻസും ഡാർക്ക് റീജിയൻസും. അപ്പൊ ബ്രൈറ്റ് റീജിയൻസിന് നമ്മൾ എന്ത് പറയും? കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് എന്നും ഡാർക്ക് റീജിയൻസിന് നമ്മൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ ഫ്രിഞ്ചസ് എന്ന് പറയുന്നത്.
അതായത് ഇത്തരത്തിൽ ഇവിടെ ഒരു ഡാർക്ക് റീജിയൻ, പിന്നെ ഒരു ലൈറ്റ് റീജിയൻ, വീണ്ടും ഡാർക്ക് റീജിയൻ, ലൈറ്റ് റീജിയൻ, അങ്ങനെ 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 ഉണ്ടാവും. അപ്പൊ ഈ ഡാർക്ക് റീജിയൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിസ്ട്രക്റ്റീവ് ഫ്രിഞ്ച് എന്നും ലൈറ്റ് റീജിയൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്നും വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി അതിന്റെ ഫോർമുല, യങ്സ് ഡബിൾ സ്ലിറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി, ലാംഡ ഡി ബൈ ഡി, വേർ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഫ്രിഞ്ച് സ്പേസിംഗ് ആണ്. ഓക്കെ, അതായത് ഫ്രിഞ്ച് വിട്ട് എന്നൊക്കെ നമ്മൾ പറയും, ഫ്രിഞ്ച് സ്പേസിംഗ്. ഓക്കെ, ഇനി ലാംഡ എന്ന് പറഞ്ഞാൽ ആ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്, ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ സ്ക്രീൻ ഫ്രം ദ സ്ലിറ്റ്, ആൻഡ് ഡി ഈസ് ദ സ്ലിറ്റ് സെപ്പറേഷൻ. ഈ ഒരു സ്ലിറ്റിന്റെ സെപ്പറേഷൻ ആണ് ഡി എന്ന് പറയുന്നത്, ഡി. ഓക്കെ, ഈ ഫ്രിഞ്ചുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ആണ് എന്ത് പറയുന്നത്? ഫ്രിഞ്ച് സ്പേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡി എന്ന് പറയുന്നത് ഇതും സ്ക്രീനും തമ്മിലുള്ള ഇന്റർഫറൻസ് പാറ്റേൺ വിസിബിൾ ആക്കാൻ പറ്റുന്ന സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ഈ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഇന്റർഫറൻസ് പാറ്റേൺസ് നമുക്കും കാണാം. നമ്മുടെ കണ്ണ് വളരെ ക്ലോസ് ആയിട്ട്, അതായത് നമുക്ക് പറ്റുന്നത്ര ക്ലോസ് ആക്കി, ഐലിഡ്സ് ക്ലോസ് ആക്കുക, അതായത് വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്പേസ് ആക്കിയിട്ട് നമ്മളൊരു ട്യൂബ് ലൈറ്റിലേക്ക് നോക്കിയാൽ മതി. ഐലിഡ്സ് മാക്സിമം ക്ലോസ് ആക്കുന്ന സമയത്ത് നമുക്ക് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ ആ ട്യൂബ് ലൈറ്റിന്റെ അവിടെ ഡാർക്ക് ആയിട്ടുള്ള ലൈൻസ് ഇങ്ങനെ കുറുകെ, നമ്മുടെ എൽത്തിന്റെ ഡിസ്പ്ലേയിൽ വര വീഴാറില്ലേ, ആ ഡിസ്പ്ലേയിൽ ഡാർക്ക് ആയിട്ടുള്ള വര വീഴാറില്ലേ, അത്തരത്തിലുള്ള വര പോലെ നമുക്ക് നമ്മുടെ കണ്ണിൽ കൂടെ ഒരു ട്യൂബിൽ നോക്കുമ്പോഴത്തേക്ക് തന്നെ കാണാൻ പറ്റും. അതായത് നമ്മുടെ കണ്ണിന്റെ ഐലിഡ്സ് തമ്മിലുള്ള സെപ്പറേഷൻ, അതായത് അതിനെയാണ് ആ സ്ലിറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ സ്ലിറ്റ് ഡിഫറൻസ് ഏറ്റവും ചെറുതാക്കാൻ പറ്റും, എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രത്തോളം നന്നായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഫ്രിഞ്ചസ്, അതായത് കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതിനെയാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഫ്രിഞ്ചസ് വിസിബിൾ ആവാനുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡുകൾ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ലൈറ്റിന്റെ എന്താണ്? വേവ് നേച്ചർ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് പോളറൈസേഷൻ ആണ്. രണ്ട് ലോസ് വെച്ചിട്ടാണ് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഒന്ന് മാലൂസ് ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലോ, അവിടെ പറയുന്നത് I is equal to I0 cos square theta, I equal to I0 cos square theta, where I എന്ന് പറയുന്ന ഇന്റൻസിറ്റി ആഫ്റ്റർ പോളറൈസേഷൻ, I0 is the initial intensity. അപ്പൊ പോളറൈസേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞാൽ, അതായത് പ്ലെയിൻ പോളറൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പല 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 അലൈൻമെന്റിൽ പോകുന്ന ലൈറ്റിനെ ഒരു സിംഗിൾ അലൈൻമെന്റിലാക്കിയിട്ട് മാറ്റുക. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് പോളറൈസ് ചെയ്യാനായിട്ട് പോളറൈസിങ് മെറ്റീരിയൽസ് ഉണ്ട്, പോളറൈസർ എന്ന് പറയും. ആ പോളറൈസറിൽ കൂടെ ലൈറ്റിനെ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം, പോളറൈസേഷൻ കാണാനായിട്ട്. അപ്പൊ ഇതിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പല 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 രീതിയിൽ ഇരിക്കുന്ന ലൈറ്റിനെ ഇത്തരത്തിൽ പോളറൈസ്ഡ് ലൈറ്റ്സ് ആക്കി മാറ്റുക, ഇതാണ് പോളറൈസേഷൻ. അപ്പോ ആ പോളറൈസേഷന്റെ ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് ലോസ് ആണ് മാലൂസ് ലോയും അതുപോലെ ബ്രൂസ്റ്റേഴ്സ് ലോയും. അപ്പൊ മാലൂസ് ലോയിൽ പറയുന്നത് എന്താണ്? I equal to I0 cos square theta. അവിടെ I എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ആഫ്റ്റർ പോളറൈസേഷൻ, I0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഇന്റൻസിറ്റി, തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ പോളറൈസർ ആൻഡ് ഇൻസിഡന്റ് ലൈറ്റ്. ഈ ഇൻസിഡന്റ് ലൈറ്റും പോളറൈസറും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? tan theta equal to n2 by n1, where theta is Brewster's angle, n1 and n2 are the refractive indices of the media. ഓക്കെ, അപ്പൊ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ആണ് തീറ്റ, n1ഉം n2ഉം അവിടെയുള്ള റെസ്പെക്റ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ്, ഇൻഡെക്സിന്റെ പ്ലൂറൽ ആണ് ഇൻഡിസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഡയോപ്റ്റിക്സിൽ ഇത്രയും പഠിക്കാനുള്ളൂ എന്നല്ല, പ്രധാനമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മാപ്പ് ചെയ്യാനും എല്ലാം നമുക്ക് ഈ ഒരു നോട്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അരമണിക്കൂറോളം നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഈസ് യൂസ്ഡ് ആസ് ഷേവിംഗ് മിറേഴ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ്. അപ്പൊ ഷേവിംഗ് മിറേഴ്സിലും റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പിലും എല്ലാം നമുക്ക് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കണം കിട്ടേണ്ടത്. മാഗ്നിഫൈഡ് ആയിട്ടുള്ള വിർച്വൽ ഇമേജ് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജ് ലെൻസ് മിറർ എന്ന് പറയുന്നത് concave mirror ആണ്. So concave mirror is the answer. Next question, what is the condition for total internal reflection to occur? Total internal reflection നടക്കാനായിട്ട് നമുക്കുള്ള കണ്ടീഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ടോട്ടൽ ഇന്റേണൽ
റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ എന്താ, നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് അവർ തീറ്റ ഐ എന്ന് കൊടുത്തിരിക്കുന്നത്. തീറ്റ ഐ മീൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അത് തീർച്ചയായിട്ടും എന്തിന് ഗ്രേറ്റർ ആവണം, ക്രിട്ടിക്കൽ ആംഗിളിനെയാണ് തീറ്റ സി കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും എന്തായിരിക്കണം, ഗ്രേറ്റർ ആയിരിക്കണം. അതായത് ഓപ്ഷൻ ബി, തീറ്റ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ തീറ്റ ആർ അല്ലല്ലോ, യെസ് സോറി തീറ്റ ആർ അല്ല, യെസ് നമുക്ക് ഇത് പറയാം, സൈൻ തീറ്റ സി ഈക്വൽ ടു n2/n1 എന്ന് നമുക്ക് പറയാം. ആ ഒരു ഇത് പറയാം, കാരണം ഇതൊന്നും വരത്തില്ല ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഡസ് ദ ലെൻസ് മേക്കേഴ്സ് ഫോർമുല റിലേറ്റഡ് ടു. അപ്പൊ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഫോർമുല എന്താ നമ്മൾ പറഞ്ഞത്, 1/f ഈക്വൽ ടു n-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാ വരുന്നത്, റിഫ്രാക്റ്റീവ് ഫോക്കൽ ലെങ്ത് വരുന്നുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നുണ്ട്, റേഡിയസ് ഓഫ് കർവേച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് വേവ് ലെങ്ത്. അപ്പൊ അത് തെറ്റാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട് പക്ഷേ വേവ് ലെങ്ത് ഇല്ല. ലെൻസ് പവർ ആൻഡ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നുണ്ട്, ലെൻസ് തിക്നെസ് ആൻഡ് ഡയമീറ്റർ. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് യെസ്, വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഹാസ് എ നെഗറ്റീവ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ലെൻസ് ഏതാണെന്നാണ്. അപ്പൊ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിട്ടുള്ളത് കോൺകേവ് ലെൻസിലാണ്. കോൺകേവ് ലെൻസിലും കോൺകേവ് മിററിലും ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. ഓക്കെ, കാരണം യെസ് ഒരു കോൺകേവ് ലെൻസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ലൈറ്റ് പോകുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് ഫോക്കസ് ഇവിടെയാണ് കിട്ടുന്നത്, ഇവിടെയാണ് എഫ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഒപ്റ്റിക്കൽ സെന്റർ. ഇത് ലൈറ്റ് പോകുന്ന ഡയറക്ഷൻ ഇങ്ങനെ, പക്ഷെ നമ്മൾ ഇതിനെ ഇങ്ങനെ മെഷർ ചെയ്യേണ്ടി വരും. സോ അതിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. മിററിന്റെ കേസിലും സെയിം തന്നെയാണ്. സോ കോൺകേവ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, വാട്ട് ഫിനോമിനൻ എക്സ്പ്ലെയിൻസ് ദ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ. സ്കൈയുടെ ബ്ലൂ കളർ, അതിന് ഫിനോമിനൻ എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ആണ്. കാരണം എന്ന് പറയുന്നത് എന്താണ്, ബ്ലൂ കളർ ആണ്. ബ്ലൂ കളർ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ലൈറ്റ് ആണ്. അതിന് സ്കാറ്ററിംഗ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വരുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും, ഇത് ഡിസ്പേർഷൻ സ്കാറ്ററിംഗ് നടന്നു പോകും. ബ്ലൂ കളറിലും റിലേറ്റഡ് കളേഴ്സിനും അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും, സ്കാറ്ററിംഗ് നടന്നു പോകും. അതായത് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ അറ്റ്മോസ്ഫിയർ ബ്ലൂ കളറിലായിട്ട് കാണപ്പെടും. കാരണം അവിടെ വെച്ച് ബ്ലൂ കളറിലുള്ള അത്തരത്തിലുള്ള ഇന്റൻസിറ്റി ഉള്ള റേഡിയേഷൻസിന് കൂടുതൽ സ്കാറ്ററിംഗ് സംഭവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഇതുണ്ട്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം പോളറൈസേഷൻ ഓഫ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം സർഫസ് അക്കോർഡിംഗ് ടു ബ്രൂസ്റ്റേഴ്സ് ലോ. ബ്രൂസ്റ്റേഴ്സ് ലോയുടെ അപ്പോ ഇതെന്താണ്, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, n2 മൈനസ് n1 എന്നായിരുന്നു. അപ്പൊ അവിടെ തീറ്റ ആയിക്കോട്ട് നമുക്ക് എന്ത് പറയാം, ടാൻ ഇൻവേഴ്സ് ഓഫ് n2 മൈനസ് n1 എന്ന് പറഞ്ഞൂടെ. അതിന്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എടുക്കാം. അപ്പൊ അത് വരുന്ന ഓപ്ഷൻ ഡി ആയതുകൊണ്ട് നമുക്ക് ഡി മാർക്ക് ചെയ്യാം, ടാൻ ഇൻവേഴ്സ് n2 മൈനസ് n2/n1. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് മാലൂസ് ലോ ഡിസ്ക്രൈബ്സ്. മാലൂസ് ലോ എന്താണ്, പോളറൈസേഷനെ പറ്റിയല്ലേ പറയുന്നത്. യെസ്, അപ്പൊ പോളറൈസേഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, a microscope achieves high magnification primarily through the use of. ഓക്കെ, അപ്പൊ ഒരു ഇതിന് ഹൈ മാഗ്നിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ ഇവിടെ മൈക്രോസ്കോപ്പ് ആണല്ലോ. അപ്പൊ ഇതുമല്ല, നമുക്ക് ഒബ്ജക്റ്റീവും ഐ പീസും ആണ് മൈക്രോസ്കോപ്പിൽ ഉണ്ടാവുക. സോ നമുക്ക് ആ ഒരു ഓപ്ഷൻ ആയിട്ട് എടുക്കാം. നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which optical phenomenon is utilized in the optical fiber. ഈസി ആണല്ലോ. ഒപ്റ്റിക്കൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാം 2024 ജൂലൈ 13. കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ. ഉയർന്ന റാങ്കിലെത്താൻ ടൈം മാനേജ്മെന്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ടെക് PSC അതിനായി നിങ്ങൾക്കൊരു സുവർണാവസരം ഒരുക്കുന്നു. വിജയ ചരിത്രം ആവർത്തിക്കുവാൻ ടെക് PSCയുടെ സ്മാർട്ട് മോക്ക് ടെസ്റ്റ് പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾക്കും ആക്സസ് ചെയ്യാം. ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം തയ്യാറാക്കിയ ഈ മോക്ക് ടെസ്റ്റ് സീരീസിൽ 5000-ലധികം ഈ എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്
20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കും. അതും വെറും 299 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.